ഓം നമോ നാരായണായ. ബഹുമാനപ്പെട്ട ക്ഷേത്ര സമിതി സെക്രട്ടറി, മറ്റ് ഭാരവാഹികൾ, ഭക്തജനങ്ങൾ എല്ലാവർക്കും നമസ്കാരം. 7 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവം അല്ലേ ടീച്ചറെ? ഞാൻ അറിയുന്ന ഒരു ടീച്ചറോട് ഇരിപ്പുണ്ടല്ലോ, ഇതായിരിക്കും കൊടിയത്തൂരായിരുന്നു, നായർവഴി. പരിചയമുണ്ട്, എന്നെ അറിയോ? അപ്പോൾ നമ്മുടെ നാടിൻ്റെ ശക്തി ചൈതന്യ കേന്ദ്രമായ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൽ എല്ലാവരും വളരെ സന്തോഷമായി പങ്കെടുക്കുകയാണ്. കുറേ ആളുകൾ കുറച്ച് ദൂരെ അല്ലേ? ഇവിടുത്തെ സംവിധാനം അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതൊരു നാടിൻ്റെയും ഐശ്വര്യത്തിൻ്റെ കേന്ദ്രമാണ് ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം അല്ലേ? ചിന്തിക്കാൻ തയ്യാറാണോ? ഇല്ലേ? ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും, എനിക്കറിയാത്തൊക്കെ ചോദിക്കും. അറിയുന്ന ഒന്നും ചോദിക്കൂല, അറിയുന്നത് ഞാൻ തന്നെ പറഞ്ഞാൽ പോരെ. അങ്ങനെയല്ലേ ടീച്ചറെ? അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് അറിയുന്ന ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം? എന്തൊക്കെയാ? ഒന്നാമത്തെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. എന്താ? നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാനുള്ള സ്ഥലം ഏതാ? ക്ഷേത്രമാണ്. നമ്മുടെ അനുഗ്രഹം ചോദിക്കാനുള്ള സ്ഥലം എവിടെയാ? ക്ഷേത്രമാണ് അല്ലേ? അപ്പൊ നമ്മുടേതായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് ആ തിരുസന്നിധിയിൽ പോയി അപേക്ഷിച്ച് നമുക്ക് അനുഗ്രഹം തരണം, സങ്കടങ്ങളൊക്കെ തീർത്തു തരണം എന്ന് ഉള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമാണ് ക്ഷേത്രം. അതല്ലേ ഒന്നാമത്തത്? തലയാട്ടമില്ല. അങ്ങനെ ഉണ്ടല്ലേ? ഞാൻ ഓരോരുത്തരും ചോദിക്കും, എന്താ തലയാട്ടാത്തത്? അതല്ലേ ഒന്നാമത്തെ കാര്യം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ദൂരെ ആയിപ്പോയത് ഒരു നഷ്ടമായിപ്പോയി. അടുത്താണെങ്കിൽ ചോദ്യം ചോദിക്കാൻ. എന്നെ അറിയുന്നവർ ഞാൻ ചെല്ലുന്ന സ്ഥലത്ത് ബാക്കിലായിരിക്കുള്ളൂ, മുന്നിൽ ചോദ്യം ചോദിക്കാൻ പേടിച്ചിട്ട്. ഇതാട്ടെ. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഞാൻ ചോദിക്കുന്നു, സത്യം പറഞ്ഞാൽ ഈ നാടിന്റെ, അതായത് ഒരു കൂട്ടുകുടുംബത്തിന്റെ കേന്ദ്രമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇന്നെല്ലാം അണുകുടുംബം എന്നാണ് ആ സഹോദരി ഞാമതം പറഞ്ഞത്. നാട്ടിലെല്ലാം അണുകുടുംബമാണ്. ഇവിടെ എങ്ങനെയാണോ? ആണോ? ആണോ? അല്ലേ? കുറെ പേരുണ്ടോ? ഭാഗ്യം. ഇപ്പൊ ആകെ അച്ഛനും അമ്മയുണ്ട്, ബാക്കിയൊക്കെ ഗൾഫിലല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പിന്നെ എവിടെയാ, അമേരിക്കയിലൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ നമ്മുടെ നാടിനെ എല്ലാവരെയും കൂട്ടിയിണക്കുന്ന ഒരു കൂട്ടുകുടുംബത്തിന്റെ ഒരു അധ്യക്ഷ സ്ഥാനമാണ് ക്ഷേത്രത്തിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചാലില്ലെങ്കിലും. വിചാരിക്കുന്നില്ല? വിചാരിക്കാൻ ഇവിടെ തെളിവുണ്ടല്ലോ. എത്ര ദിവസമായി ഉത്സവം തുടങ്ങിയിട്ട്? എണ്ണി പറയും. അത് നോക്കിയില്ലേ? എത്ര ദിവസമായി? ചുരുങ്ങിയ 3-ാമത്തെ ദിവസമല്ലേ പ്രധാന ഉത്സവം? ആണോ? അപ്പൊ ഇത്രയും ദിവസം നാട്ടുകാർ മുഴുവൻ ഇവിടെ ഇല്ലേ? ഇവിടെ കൂട്ടുപുര എവിടെയാ? ഇവിടെ ഉണ്ടോ? ഇത് പോയി നോക്കിയേ. നിങ്ങളവിടുന്നല്ലേ ഇപ്പൊ വന്നത്? കഴിക്കാനല്ല, അതുണ്ടാവാൻ. ശരിയല്ലേ? നാട്ടിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി കൈകോർത്ത് ഒരുമിച്ച് നിന്നിട്ടുള്ള ഒരു സ്ഥലമല്ലേ ക്ഷേത്രം? ആണോ? അപ്പൊ നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒരുമിപ്പിക്കുന്ന, വളരെ പ്രധാനപ്പെട്ട, നമ്മളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ഒന്നിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് ക്ഷേത്രം. അവര് ഉത്തരം പറയാൻ തുടങ്ങി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എനിക്ക് തോന്നുന്ന വേറൊരു ഉത്തരം പറയട്ടെ. കലകളുടെ കേന്ദ്രമാണ്. നമ്മുടെ ഭാരതത്തിൽ കലകൾ വളർത്തിയതിൽ പ്രധാനപ്പെട്ട പങ്ക് ക്ഷേത്രത്തിനുണ്ടെന്ന് ഞാൻ പറയും. തർക്കിക്കാൻ ഉദ്ദേശമുണ്ട്? എഴുന്നേറ്റോളൂ. ആരുള്ള? ആരുമില്ല. നിങ്ങളുണ്ടോ? ഇല്ലേ? ശരിയാ തെറ്റോ? കുറച്ച് ക്ഷേത്ര കലകളുടെ പേര് പറയാമോ? അവര് പറയട്ടെ. അവരിങ്ങനെ മിണ്ടാണ്ടൊരു ഇരിക്കട്ടില്ലേ? പറയാമോ? ഹലോ, ഏതെങ്കിലും ഒരു ക്ഷേത്രകലയുടെ പേര് പറയാമോ? ഇങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ചില്ല അല്ലേ? കൂത്തെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? കേട്ടിട്ടുണ്ടോ? കൂടിയാട്ടം, ഓട്ടംതുള്ളൽ കളിക്കണോ? വേണ്ട, പ്രശ്നമാകും. അപ്പൊ അതുപോലെ തന്നെയാണ് കഥകളി. നേരത്തെ ക്ഷേത്രകളി മാത്രമായിരുന്നു അല്ലേ? അപ്പൊ ഈ കലകളെല്ലാം ആദ്യകാലങ്ങളിൽ വളർന്നു പന്തലിച്ചത്, സംരക്ഷിച്ചത് ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇനി തർക്കം ഉണ്ടാവില്ലല്ലോ. അതാണ് കാര്യം. അപ്പൊ എത്ര കാര്യങ്ങളാണ്. ഇപ്പൊ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാ അല്ലേ? നമുക്ക് അനുഗ്രഹം കിട്ടുന്ന, നമ്മളെ കാത്തു സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ആധ്യാത്മിക കേന്ദ്രമാണ് എന്നതുപോലെ തന്നെ ഒരുപാട് ഉത്തരവാദിത്വ ക്ഷേത്രം നിർവഹിക്കുന്നത് കേട്ടോ. ഇല്ലേ? ഈ ക്ഷേത്രം തന്നെ എത്ര മനോഹരമായിട്ടാണ്. ഇവിടെ ഒരു വലിയ കലാകാരനുണ്ട് എന്നൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ശരിയാണോ? ഈ ചുമർ ചിത്രങ്ങളൊക്കെ മനോഹരമായി ഇവിടെ ആലേഖനം ചെയ്ത ഒരു നല്ല ചിത്രകാരൻ ഇവിടെ ഉണ്ടെന്നാ. നിങ്ങളറിയോ അദ്ദേഹത്തെ? ഇല്ല? എന്നാ ഞാനും അറിയില്ല. ഇവിടെ ഉണ്ടെങ്കിൽ പരിചയപ്പെട്ടതേ പോകുള്ളൂ. നിങ്ങളൊന്നല്ലല്ലോ? നിങ്ങളാരെങ്കിലും അല്ലല്ലോ? അവിടെ ഉണ്ടല്ലേ? വെറുതെ വിടൂല, കാണാൻ നോക്കും. ഇദ്ദേഹമാണോ?
ആഹാ, നമസ്കാരം. ദൈവത്തിന്റെ അനുഗ്രഹം അല്ലേ? സരസ്വതി ദേവിയുടെ അല്ലേ? കലകളുടെ അധിപതി സരസ്വതി ദേവി അല്ലേ? ആണോ? എല്ലാത്തിന്റെ അധിപതി മഹാദേവനാ അല്ലേ സഹോദരി? നൃത്തത്തിന്റെ ഒക്കെ ഇല്ലല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു അനുഗ്രഹം കിട്ടുന്ന കലാകാരൻ ഈ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തൊരു വലിയ ഭാഗ്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതാണ് കലകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷണ കേന്ദ്രമാണ്. മറ്റൊന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ സംസ്കാരമല്ലേ, ഭാരത സംസ്കാരം എന്നല്ലേ നമ്മൾ പറയുന്നത്? ആണോ? അവരും ഇടുന്നില്ല അത്. ആണോ? സനാതന ധർമ്മം എന്നൊക്കെ പറയില്ലേ? അങ്ങനെ പറയുമ്പോൾ നാട്ടിലെല്ലാം ഇപ്പൊ ചർച്ചയായിട്ട് സനാതന ധർമ്മം എന്തൊരു കുഴപ്പം പിടിച്ചതാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാര്യമൊന്നും നമുക്കറിയാത്തോണ്ടാ. ശരിയല്ലേ? അന്യമതസ്ഥരൊന്നും പറയില്ല. നമ്മുടെ കൂട്ടത്തിൽ കൂട്ട ചിലരൊക്കെ പറയും സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പമാണെന്ന്. അങ്ങനെയാണോ? അങ്ങനെയൊന്നും അല്ല. സനാതന ധർമ്മത്തിന്റെ കാതൽ എന്ന് പറഞ്ഞാൽ തന്നെ ഏകം സത് വിപ്രാം ബഹുധാവത് എന്തിനാ അല്ല സഹോദരി? സംസ്കൃതം അറിയോ? എന്ന് എനിക്കും അറിയില്ല, ഉള്ള കാര്യം പറയാലോ. പക്ഷെ അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ്? ഏകം സത് വിപ്രാം ബഹുധാവത് എന്തി, സത്യം ഒന്നേ ഉള്ളൂ. അറിവുള്ളവർ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ശരിയാണോ? ആണോ? അതാണ് ഒരു മഹാശക്തി തൻ ആനന്ദഭാവമാണിവിടുത്തെ സർവചരാചരങ്ങൾ. അങ്ങനെയല്ലേ? രണ്ടില്ലാന്നല്ലേ പറഞ്ഞത്? രണ്ടാവാത്തത് ഒന്നല്ലേ? ആണോ സഹോദരി? അതാ ഉണ്ടായൊരു ബുദ്ധിമുട്ട്. വെള്ളം വേണം കുടിക്കാൻ. എന്താണ്? രണ്ടാവാത്തത് ഒന്നല്ലേ? അല്ലേ? അതിനല്ലേ അദ്വൈതം എന്ന് പറയുന്നത്. രണ്ടെന്ന് പറഞ്ഞ ദ്വൈതം രണ്ടാവൂല, ഒരിക്കലും ഒന്നേ ഉള്ളൂ. അതേതാണ്? ഇതല്ലേ? ഒന്നേ ഉള്ളൂ. എത്ര ഈശ്വരനുണ്ട് സത്യത്തിൽ? ഈശ്വരൻ എത്ര ഉണ്ട്? ഒന്നേ ഉള്ളൂ. ശരിയാണോ? ഉലകിനു വേറൊരു സത്തയില്ലതുണ്ടെന്നുലകരുരപ്പത് സർവമൂകഹീനം. ഈ ഉലകിന് എത്ര സത്തയുണ്ട്? സത്ത ഒന്നേ ഉള്ളൂ. അതാണ് സത്യം. ഇത് പറയുന്നതാണ് സനാതന ധർമ്മം അല്ലേ? പിന്നെ സനാതന ധർമ്മം വേറെ കാര്യം പറയുന്നുണ്ട്. എന്താ അറിയോ? സത്യം അതാ ധർമ്മം ചര. കേട്ടിട്ടുണ്ടോ? എന്താണ്? സത്യം പറയരുത്. അങ്ങനെ നാട്ടുകാർ കേട്ടോ അങ്ങനെയാ. എന്താ പറഞ്ഞത്? സത്യം അതാ ധർമ്മം ചര. സത്യം പറയണം, ധർമ്മത്തിൽ ജീവിക്കണം എന്നല്ലേ പഠിപ്പിക്കുന്നത്. ഇത് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ പറയും. അപ്പൊ നാട്ടുകാർക്ക് അറിയാത്തോണ്ടല്ലേ ഈ സനാതന ധർമ്മം എന്തോ കുഴപ്പമുള്ളതെന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. നിങ്ങൾ സമ്മതിച്ചോ? ഒരുപാടുണ്ട്. അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മം, ഈശ്വരൻ ഞാനും ഒന്നാണ്. ശബരിമല ചെന്നപ്പോ അയ്യപ്പൻ പറയാണ്, സ്വാമിയേന്ന് വിളിക്കുമ്പോൾ പറയാണ് അത് താൻ തന്നെ അല്ലടോ തത്വമസി. അപ്പൊ ഈശ്വരനും നമ്മളെല്ലാം ഒന്നല്ലേ? അപ്പൊ എല്ലാം ഒന്ന് തന്നെയല്ലേ? അപ്പൊ അതാണ് ഒരു മഹാശക്തിയുടെ ഭാവങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ആ സത്യമാണ് വിളിച്ചു തരുന്നത് നമുക്ക്. ഏത്? ഈ സനാതന ധർമ്മ ഭാരത സംസ്കാരം. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, ഇത്രയും ശ്രേഷ്ഠമായ, ലോകത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ഈ സംസ്കാരം നമ്മുടെ രാജ്യത്ത് ഈ ജനങ്ങൾക്കെല്ലാം അറിയാം, അറിയില്ലേ? അത് അതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഗ്രന്ഥം, ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങളാണെന്ന് പറയുന്നത്. ആണോ? ആണോ? എത്ര വേദങ്ങളുണ്ട്? 4. ഈ വേദങ്ങളാണ് അല്ലേ? അപ്പൊ വേദങ്ങളല്ലേ ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം? ഹലോ, വർത്തമാനം പറയാണ്ട് വരും കേട്ടോ. ആ ശരി, ഞാൻ പഴയ മാഷാന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ട് വന്നു. 10ാം ക്ലാസ്സിലാന്ന് വിചാരിക്കുക. പിന്നെ ചെവിക്ക് പിടിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പിന്നല്ലേ? ആ അപ്പൊ എന്താ പറഞ്ഞത്? ഈ വേദങ്ങളല്ലേ അടിസ്ഥാനം നമ്മുടെ. അവിടെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ലേ? അപ്പൊ ഞാൻ ശബ്ദം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എൻ്റെ ഒരു ചോദ്യം ഇത് അവരോട് ചോദിക്കാം. അവരാണ് എന്നെ നോക്കാത്തത്. ഈ വേദങ്ങളൊക്കെ സംസ്കൃതത്തിലല്ലേ എഴുതിയത്? അല്ലേ? വേദവ്യാസ മഹാമുനി അത് പകുത്ത് നമുക്ക് തന്നത് സംസ്കൃതത്തിലല്ലേ? ആണോ കുട്ടി? സംസ്കൃതം അറിയില്ലെന്ന് ഈ കുട്ടി നേരത്തെ പറഞ്ഞു, എനിക്കും അറിയില്ല. അപ്പൊ ഇന്ന് സ്ഥിതി അതാണെങ്കിൽ അക്കാലത്ത് മുമ്പേ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും സംസ്കൃതം അറിയാമായിരുന്നോ? വളരെ കുറഞ്ഞ ആളുകൾക്കല്ലേ സംസ്കൃതം അറിയൂ. അക്കാലത്ത് വിദ്യാഭ്യാസം കുറവല്ലായിരുന്നോ? വളരെ പണ്ടല്ല, നമുക്കറിയാവുന്ന ഒരു കാലഘട്ടം വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴേ സാക്ഷരത എനിക്ക് തോന്നുന്ന ഒരു 24% ഉള്ളൂ. സാക്ഷരത എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും. എഴുത്തും വായന അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ഇംഗ്ലീഷ് വായിക്കും കേട്ടോ. പക്ഷെ കുട്ടിക്ക് ഇംഗ്ലീഷ് വായിച്ചതിന്റെ അർത്ഥം അറിയോ? മിണ്ടുന്നില്ല. ഇല്ല. അപ്പൊ ഭാഷ വായിക്കാനും എഴുതാനും അറിഞ്ഞുകൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുമോ? ഇല്ല. അപ്പൊ സംസ്കൃതം, അതായത് അക്ഷരം എഴുതാനും വായിക്കാനും അറിയുന്ന അന്നത്തെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ 24% ജനങ്ങളുള്ളൂ. അപ്പൊ അതിന് മുമ്പ് എത്രയായിരുന്നു നിങ്ങൾ ഊഹിച്ചു നോക്കിയേ? അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ നാട്ടിൽ മലയാളമാണെങ്കിലും അങ്ങനെയാണ്. സംസ്കൃതം ഒന്നും ഇങ്ങനെ വ്യാപകമായ ആളുകൾക്ക് അറിയാത്തൊരു കാലത്ത് എങ്ങനെയാണ് സംസ്കൃതത്തിൽ എഴുതിയ രാമായണത്തിന്റെ തത്വം ഈ നാട്ടിലെ നമ്മുടെ പൂർവികരായ അച്ഛനമ്മമാരും മക്കളും മനസ്സിലാക്കിയത്? അതെന്റെ ചോദ്യം. പറഞ്ഞുണ്ടാ? അതിന് ക്ഷേത്രത്തിനൊരു പങ്കുണ്ട്, അത് പറയാൻ വേണ്ടിയാ. അപ്പൊ ഇങ്ങനെ സംസ്കൃതത്തിലെ വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ അല്ലേ? ഈ പുരാണങ്ങൾ ഇതിഹാസങ്ങളിലുമൊക്കെയുള്ള മഹത്തായ മൂല്യങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിന് ഊടും പാവും നേടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് രാമായണത്തിനുണ്ടെന്നാണ് ഞാൻ പറയുന്നത്.
നിങ്ങൾ സമ്മതിക്കും. ടീച്ചർ ശരിയല്ലേ? അപ്പൊ ഈ രാമായണത്തിലെ മഹത്തായ തത്വങ്ങൾ, മഹാഭാരതം പഠിപ്പിക്കുന്ന, ഭഗവത്ഗീത പഠിപ്പിക്കുന്ന തത്വങ്ങൾ, ഈ സംസ്കൃതത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ അച്ഛനമ്മമാർ അന്ന് വായിച്ചു പഠിച്ചോ? ഇല്ല. പിന്നെ എങ്ങനെ പഠിച്ചത്? അതാണ് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം. അപ്പോ ക്ഷേത്രത്തിൽ ഇതുപോലെ 7 ദിവസമൊക്കെ ഉത്സവം ഉണ്ടെങ്കിൽ അതിൽ കുറെ ദിവസം കലാപരിപാടി ഉണ്ടാവും. ഇപ്പോഴത്തെ കലാപരിപാടി ഇവിടെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. നമ്മുടെ പല നാട്ടിലും ഇപ്പൊ DJ ഡാൻസ് ഒക്കെയാണ്. കടലമ്മ പെറ്റതാണ് കടല് എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ലല്ലോ സാധാരണ നമ്മുടെ പരിപാടിയാണോ? പിന്നെ നല്ല പുരാണ നാടകങ്ങൾ ക്ഷേത്രങ്ങളിൽ അരങ്ങേറിയത് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തലം അട്ട് അവിടെ ഇല്ലേ? രാമായണം നാടകം കണ്ടിട്ടുണ്ടോ? ഇല്ല. മഹാഭാരതം കഥകളി, ഇവിടെ കഥകളി ഉണ്ടാവാറുണ്ടായിരുന്നോ? എന്താണ് സാറേ? ഉണ്ടായിരുന്നില്ലേ? മിക്കവാറും ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അടുത്ത കാലത്തൊക്കെ വലിയ ചിലവേറിയതൊക്കെ ആയതുകൊണ്ടും ഒക്കെ അത് കുറച്ച് കുറഞ്ഞു പോയതാണ്. ശരിയല്ലേ? അപ്പൊ ഈ കലകളിലൂടെയാണ് ഈ പറഞ്ഞ രാമായണം മഹാഭാരതമൊക്കെ നമുക്ക് തന്നത്. അത് ക്ഷേത്രമാണ് തന്നത്. സംശയം എന്താ? എപ്പോഴും ഒരു നൃത്തനാടകം ഞാൻ വേണേൽ പറഞ്ഞുതരാം. നമുക്ക് രാമായണം ഇവിടെ അവതരിപ്പിച്ചാലോ? പറ്റൂലേ? ഇപ്പൊ രാമായണത്തിൽ ഒരു പ്രധാന ഭാഗം ഇവിടെ ഇന്ന് കലാപരിപാടി നടക്കുക വിചാരിച്ചു നമ്മളെല്ലാം കാണാനിരിക്കുകയാണ്. നമുക്ക് അന്നത്തെ കാലത്ത് നമുക്ക് ഇതൊക്കെ എഴുതാനും വായിക്കാനോ അല്ലെ വായിക്കാൻ പുസ്തകം തന്നെ വായിക്കാത്ത കാലം ഇപ്പോഴും. അങ്ങനെയല്ലേ സഹോദരി? ശരിയാണോ? ഒരിക്കൽ ഞാൻ കുട്ടീനോട് ചോദിച്ചു വീട്ടില് രാമായണം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് പറഞ്ഞു. അതിലെന്താ ഉള്ള അറിയാമോ? അറിയാം. അച്ഛൻ്റെ ഐഡന്റി കാർഡ് ഉണ്ട്, റേഷൻ കാർഡ് ഉണ്ട്, പാൻ കാർഡ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? എഴുത്തുമാനെ അറിഞ്ഞിട്ട് നമ്മളിത് വായിക്കാറില്ലല്ലോ. ആരോടും പറയണ്ട. ആരും കേട്ടില്ലല്ലോ? ഇല്ല. പിന്നെ എങ്ങനെയാണ്? അപ്പൊ ഉദാഹരണത്തിന് ഇവിടെ ഭഗവാൻ ശ്രീരാമചന്ദ്രനോട് കാട്ടിൽ പോകാൻ പറഞ്ഞില്ലായിരുന്നോ? 14 കൊല്ലല്ലേ? അല്ലേ? യാതൊരു വിഷമമില്ലാതെ അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നുള്ളത് പുത്രസർപ്പമാണ്, അതുകൊണ്ട് ഞാൻ നേരെ പോകാന്ന് പറഞ്ഞു. ശരിയാണോ? ആ രംഗം വിചാരിക്കും. അങ്ങനെ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ സീതാദേവി പറഞ്ഞു ഞാനും പോരുവാണ്. എന്നാര്യപുത്രൻ വനത്തിന് പോയാൽ നിന്നോട് കൂടിയിട്ട് പോരുന്നു ഞാനും, എനിക്ക് പുരിവാസം വേണ്ട. അങ്ങനെ പറഞ്ഞില്ലേ? ദേവി കല്ലുണ്ട് മുള്ളുണ്ട് കാട്ടിൽ. ഓർമ്മയില്ല? നമ്മൾ പഠിച്ചത് കൊണ്ട് പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പൊ അത് പുസ്തകത്തിലില്ല. അപ്പൊ അങ്ങനെ സീതാദേവി ഒക്കെ ഒരുങ്ങി നിൽക്കുക. ആ രംഗം വിചാരിക്കാം. അപ്പോഴാണ് ലക്ഷ്മണകുമാരൻ ഈ വിവരം അറിഞ്ഞിട്ട് ചൂടായിക്കൊണ്ട് വരുന്ന ഇവിടെ വിചാരിക്കാം. പൊട്ടിത്തെറിച്ച് വരുന്ന രംഗമൊക്കെ അറിയാലോ, വിശദീകരിക്കണ്ടല്ലോ. അവിടെ വന്നിട്ട് ചൂടാകാണ് വേണം. അച്ഛനെ പിടിച്ചു കെട്ടി ഒക്കെ ഞാനിപ്പോ ചേട്ടനെ അഭിഷേകം ചെയ്യാൻ അങ്ങനെ ചെയ്യാം എങ്ങനെയാണ് ചൂടാകും എന്താ പറഞ്ഞത്? വേണ്ട മോനെ, ചക്ഷുശ്രവടകളസ്തമാന്തർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ അല്ലെ കാലാഹിനാവരിഗ്രസ്ത ലോകവും ആലോലചേതസാ ഭോഗങ്ങൾ നേടുന്നു. എന്റെ പൊന്നു മോനെ, നീ എന്താ വിചാരിച്ചത്? ഈ രാജപദവി എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമല്ലേ? അല്ലേ? വന്യസന്തപ്ത ലോകസ്ഥാമ്പു ബിന്ദുനാസന്നിഭം മർത്യജന്മം ക്ഷണമങ്കുരം. ശരിയാണോ? ചുട്ടുപഴുത്ത ഇരുമ്പ് പലകമേൽ ഒരു തുള്ളി വെള്ളം വീണാൽ എന്താ ഉണ്ടാവുക? വേഗാട്ടെ കേട്ടില്ലേ? ഇത്രയുള്ളൂ. അതുപോലെയാണ് മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലേ? ആ നിസ്സാരമായ ജീവിതത്തിൽ രാജപദവി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണോ? അതിൽ വലുതേതാ? പിതാവിനോടുള്ള കർമ്മം നിറവേറ്റുക, ധർമ്മം നിറവേറ്റുക എന്നുള്ളതല്ലേ? അത് വേദത്തിന്റെ തത്വം. അത് അപ്പൊ ഈ പറയുന്ന ധർമ്മം നിറവേറ്റേണ്ടതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ നിസ്സാരമാണ്. അതിൽ ഇതൊന്നും അല്ല പ്രധാനം. കാടായാലും രാജനഗരി ആയാലും ഒക്കെ ഒരുപോലെയാണ്. എന്റെ പൊന്നനുജ, നീ ഒന്നും വിചാരിക്കരുത്, അങ്ങനെയല്ല മോനെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ ലക്ഷ്മണന് കാര്യം മനസ്സിലായി, കണ്ടിരുന്ന നമുക്ക് മനസ്സിലായോ? ഇപ്പം മനസ്സിലായില്ലേ? എന്താ മനസ്സിലായത്? നാടകം കണ്ടിരുന്നു, നമുക്ക് എഴുത്തുമായൊന്നും അറിയില്ല. പക്ഷെ നമ്മൾ പഠിച്ചോ രാമായണം എന്താന്ന്? ഒരു പ്രധാന തത്വം പഠിച്ചില്ലേ? ഇനി അത്യാഗ്രഹം ഉണ്ടാവോ? നിങ്ങൾക്ക് ഉണ്ടാവോ? ആർക്കും അത്യാഗ്രഹം ഉണ്ടാവുക? ഇല്ലല്ലോ. ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ? അതിനേക്കാളും പ്രധാനം മാതാപിതാക്കളുടെ കടമ നിറവേറ്റലാണ്, മക്കളോടുള്ള കടമ നിറവേറ്റലാണെന്ന് ഇപ്പൊ തിരിച്ചറിഞ്ഞില്ലേ? ഇത് പഠിപ്പിച്ചത് ഞാൻ പറയുന്നു ഈ കലയാണ്, അത് ക്ഷേത്രത്തില. ശരിയോ സഹോദരി? സമ്മതിച്ചു. ഇനി അതേപോലെ മറ്റൊന്ന് വേറൊന്നുണ്ട് നമുക്കറിയാം. വളരെ പ്രധാനപ്പെട്ട ആ ഭാഗത്ത് തന്നെ ഒരു അതിനേക്കാൾ വലിയൊരു സന്ദേശം അതിലുണ്ടല്ലോ. പറയാൻ മറന്നുപോയി. ഏതാണെന്നറിയോ? പിന്നെ സീതാദേവി പോകാൻ നിൽക്കുമ്പോൾ ഒരാൾ ആ കൂട്ടത്തിൽ ലക്ഷ്മണൻ പോവാന്ന് പറഞ്ഞു അല്ലേ? ലക്ഷ്മണകുമാരന് പോവാണ്. അപ്പൊ ലക്ഷ്മണകുമാരന്റെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ഇതാ വന്നു. അതാരായിരുന്നു? സുമിത്രാദേവി അല്ലേ? ആണോ? പേര് തെറ്റിപ്പോയി പറഞ്ഞു തരണോ? സുമിത്രാദേവി വന്നിട്ട് ചോദിക്കാം, മോനെ കുമാര, എന്താണ് അമ്മേ? എന്റെ പുത്രൻ നീയും പോവുകയാണോ വനത്തിലേക്ക്? അതെ, ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രനെ പിരിഞ്ഞിരിക്കാൻ നമുക്കാവില്ല അമ്മേ. അതമ്മയ്ക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു, എങ്കിൽ എന്റെ പുത്രൻ രാമനോടൊപ്പം പോവുകയാണെങ്കിൽ നിന്നോട് എനിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. എന്താ പറഞ്ഞു കൊടുത്തത്? എന്താണ്? നിന്റെ അച്ഛൻ നിന്നോടൊപ്പം വരുന്നില്ല. നിന്റെ അച്ഛനല്ല നിന്നോടൊപ്പം വരുന്നത്. നിന്നോടൊപ്പം വരുന്നത് നിന്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്രനാണ്. ആ ശ്രീരാമചന്ദ്രനെ നീ നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് കാണണം അല്ലേ? രാമം ദശരഥം വിധി. ശരിയല്ലേ? പിന്നെന്താ പറഞ്ഞത്? നിന്നോടൊപ്പം ഞാനല്ല വരുന്നത്, നിന്റെ അമ്മയല്ല വരുന്നത്, കൂടെ വരുന്നത് നിന്റെ ജ്യേഷ്ഠത്തി അമ്മ സീതാദേവിയാണ്. ആ സീതാദേവിയെ നീ എന്റെ സ്ഥാനത്ത് കാണണം അല്ലേ? അയോധ്യ നീ കാടിനെ എന്ത് ചെയ്യണം?
ഈ വനത്തെ നമ്മൾ അയോധ്യയായി കാണാം. അതോടെ നിൽക്കട്ടെ. അപ്പൊ എന്താ രണ്ട് സന്ദേശം കിട്ടിയോ? ഒന്നെന്താണ്? അച്ഛന്റെ ഭാവത്തിൽ ജ്യേഷ്ഠനെ അച്ഛനെ പോലെ ആദരിക്കണം, അനുസരിക്കണം, ബഹുമാനിക്കണം എന്ന മഹത്തായ സന്ദേശം എഴുത്തും വായന അറിയാത്ത നമുക്ക് കിട്ടിയോ? ഇതാണ് ഭാരത സംസ്കാരം. നമുക്ക് കിട്ടിയില്ലേ? ഇപ്പോ അടുത്ത അതിനേക്കാളും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സന്ദേശമാണെന്നാണ് പറയുന്നത്. നമ്മുടെ രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശം അതാണെന്ന് പറയുന്നത്. എന്താണ്? ജ്യേഷ്ഠത്തി അമ്മയെ എന്ത് ചെയ്യണം? അമ്മയെ പോലെ കാണണം, ആദരിക്കണമെന്ന്. ഈ മഹത്തായ സന്ദേശം എഴുത്തും വായന അറിയാത്ത നമുക്ക് കിട്ടിയോ? ഇനി തർക്കമില്ലല്ലോ. അപ്പൊ ക്ഷേത്രങ്ങളാണ് നമ്മുടെ ഈ ഏറ്റവും ആധികാരികമായ മഹത്തായ ഉത്കൃഷ്ടമായ സനാതന മൂല്യങ്ങൾ നമുക്ക് പകർന്നു തന്നത് എന്ന് ഞാൻ പറഞ്ഞപ്പോ ഇനി തർക്കമില്ല. നേരത്തെ തർക്കം ഉണ്ടായിരുന്നോ? അതുമില്ല. സമ്മതിച്ചോ? അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ പറയാനുണ്ട്. ഭാരത സംസ്കാരം നമുക്ക് പകർന്നു തന്നതുപോലെ. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ നല്ല ഭക്തരാക്കും പോലും. ശരിയാണോ? മനുഷ്യരെ ഭക്തരാക്കൂലേ? ഇല്ലേ? സമ്മതിച്ചോ? പിന്നെ ഭക്തരെ നല്ല ഭക്തരാക്കും. അതിനോട് യോജിക്കുന്നുണ്ടോ? ചിലര് ഭക്തരാണെങ്കിൽ അത്ര നല്ല ഭക്തരാകില്ല. അവർ ക്ഷേത്രത്തിലൊക്കെ വന്ന് ആരാധനയിലൊക്കെ പങ്കെടുത്ത് സത്സംഗത്തിലൊക്കെ പങ്കെടുത്തൊക്കെ കഴിഞ്ഞാൽ എന്താവും? അവർ നല്ല ഭക്തരാവൂലേ? ഇല്ലേ? നല്ല ഭക്തർ എന്ന് പറഞ്ഞാൽ ആരാ? അത് ത്രികരണ ശുദ്ധിയുള്ളവരെന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത് ചിന്തയിൽ കർമ്മത്തിൽ വാക്കിലുമെന്നും നിർമ്മലരാവുക നാം. നല്ല ഭക്തന്റെ നിർവചനമാണ്. വേണമെങ്കിൽ കാണാതെ പഠിക്കുന്നോ? ഇത്രയുള്ളൂ, സിമ്പിളാ. ചിന്തയിൽ കർമ്മത്തിൽ വാക്കിലുമെന്നും നിർമ്മലരാവുക നാം. അതാണ് ഏറ്റവും നല്ല ഭക്തർ. മനസ്സിലായോ? 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണെന്ന് ആലോചിച്ച് പറഞ്ഞ്, ചിന്ത, കർമ്മം, വാക്ക്. ഇതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഒന്നേ ചിന്തിക്കുക, അല്ലെങ്കിൽ പറയുക, അല്ലെങ്കിൽ പ്രവർത്തിക്കുക, അല്ലേ? അത് എങ്ങനെയായിരിക്കണം? ഈ 3 നിർമ്മലമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഉദാഹരണം വേണോ? നല്ല ചിന്തയ്ക്ക് ഒരു ഉദാഹരണം പറയാമോ? ഇല്ല. എത്ര ഉണ്ട് അല്ലേ? ഇന്ന് ഞാൻ പത്രത്തിൽ വെച്ച ഒരു ഉദാഹരണം. ഒരാൾക്ക് തളിപ്പറമ്പിൽ 1 കോടി രൂപയുടെ ലോട്ടറി അടിച്ചു. അറിഞ്ഞായിരുന്നോ? ലോട്ടറി അടിച്ചെന്ന് അറിഞ്ഞുകൊണ്ട് 5 പേര് കാർ എടുത്ത് വന്നു. നല്ല ചിന്തയുള്ളവരായിരുന്നു. തോക്ക് ചൂണ്ടിയ ടിക്കറ്റ് കൊണ്ടുപോയി. ഇതാണ് നല്ല ചിന്ത. ഇതാണ് നല്ല ചിന്ത. അത് അധർമ്മമല്ലേ? അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. അപ്പൊ ഏറ്റവും നല്ല ഭക്തന്റെ മനസ്സെങ്ങനെയായിരിക്കണം? നിർമ്മലമായിരിക്കണം. നമ്മുടെ സരസ്വതി ദേവി എവിടെയായിരിക്കുന്നത്? ദേവി ഇരിക്കുന്നത് താമരപ്പൂവിലല്ലേ? നമ്മുടെ ദേവീ ദേവന്മാരും ഒക്കെ ഇതുപോലെ ജീവിതത്തിന് ആവശ്യമായ ഗുണപാഠങ്ങൾ തരാൻ വേണ്ടി അങ്ങനെ അവതരിച്ചിരിക്കുന്നത്. ദേവി താമരപ്പൂവിൽ ഇരിക്കുന്നതിന്റെ അർത്ഥം എന്തൊക്കെയാന്ന് പറയാൻ പറ്റും. അഥവാ ദേവി എന്താണ് താമരപ്പൂവിൽ ഇരുന്നോട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമെന്നാണ് വിചാരിക്കുന്നത്. എന്താ പഠിപ്പിച്ചു തരുന്നത്? ഒന്നാമത് ചോദിക്കാം, താമരപ്പൂവിൽ ഇരിക്കുന്നതിന്റെ അർത്ഥം എന്താ? പറയൂ. സകല കലകളുടെയും അല്ലെ അറിവിന്റെയും അധിപതിയായ സരസ്വതി ദേവി ഇരിക്കുന്നത് താമരയിലാണ്. താമരപ്പൂവിന് ഒരാളെ താങ്ങാനുള്ള അത്രയും ബലം ഉണ്ടോ? പിന്നെ എന്തായിരിക്കും പഠിപ്പിക്കുന്നത്? ദേവിക്ക് വെയിറ്റ് ഇല്ല എന്നല്ലേ? അല്ലേ? ഇവര് മിണ്ടുന്നില്ലല്ലോ. മനസ്സിലായല്ലേ ആശയം? നമുക്കുള്ള എല്ലാ കഥകളും അതുപോലെ ദേവീദേവന്മാരും ഒക്കെ ഇതുപോലെ വലിയ സത്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, മൂല്യങ്ങൾ. അത് നമ്മൾ കഥ കേട്ടിട്ട് അതിൽ നിന്ന് ആ സത്യം നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ രാവണനെ കുറിച്ച് പറഞ്ഞാൽ കേട്ടില്ലേ? 10 തല. ശരിക്കും 10 തല ഉണ്ടോ? എന്തുവാ? 10 ആളുടെ ബുദ്ധി ഉണ്ടെന്നല്ലേ? അതുപോലെ എല്ലാം യുക്തിപൂർവ്വം സത്യത്തിലേക്ക് എത്താൻ വേണ്ടി ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്ന കഥകളാണ്. അപ്പൊ അതുപോലെ ദേവി ഇരിക്കുന്നത് ഈ താമരയിലാണ്. അപ്പൊ താമര എന്തറിയോ? അതായത് സകല കലകളുടെയും അറിവിന്റെയും അധിപതിക്ക് വെയിറ്റ് ഇല്ലാന്ന് പറഞ്ഞാൽ ഖനമില്ലാന്ന്. നമുക്കൊരു കനമില്ല, തലക്കനം. നിങ്ങൾ തലക്കനം ഉണ്ടോ? ഞാൻ വലിയ ആളാന്ന് പറഞ്ഞിട്ടുണ്ടെന്നാൽ നിങ്ങളിപ്പോ എന്താ കുറച്ച് എഴുന്നേറ്റ് പോകും. ശരിയാണോ? അപ്പൊ മനുഷ്യന് അറിവും സമ്പത്തും കൂടുന്നതനുസരിച്ച് എങ്ങനെയായിരിക്കണം? എളിമ ഉണ്ടാവണം എന്നാണ് പഠിപ്പിക്കുന്നത്. പിടി കിട്ടിയോ? അറിവിന്റെ ദേവി പറയാണ്, ജീവിതത്തിൽ മനുഷ്യരുണ്ടാവേണ്ട ഏറ്റവും വലിയൊരു പാഠം, നല്ലതുപോലെ അറിവ് കൂടുന്നതനുസരിച്ച് സമ്പത്ത് കൂടുന്നതനുസരിച്ച് നമ്മൾ എളിമയുള്ളവരായിരിക്കണം. സമ്മതിച്ചോ? പിന്നെ വേറെ ഒന്നുണ്ട്, താമരയാണ്. താമര ചെളിയിലല്ലേ വളരുന്നത്? പക്ഷെ താമരപ്പൂവിൽ ചെളി ഉണ്ടാവുമോ? ഏറ്റവും പരിശുദ്ധിയുള്ള പൂവ് ഏതാ? താമരയാണ്. അപ്പൊ ദേവി എവിടെ ഇരിക്കുന്നത്? പരിശുദ്ധിയുള്ള പുണ്ടരീകത്തിൽ, അതല്ലെങ്കിൽ താമരയിലാണ്. ശരിയല്ലേ? വെള്ളത്താമര, പുണ്ടരീകം ആണോ? അപ്പൊ ഈശ്വരൻ എവിടെ ഇരിക്കുന്നത്? മനുഷ്യന്റെ പരിശുദ്ധി നിറഞ്ഞ ഹൃദയമാകുന്ന താമരയിലാണ്. ശരിയാണോ? അതാണ് ദേവി പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ എപ്പോഴാണ് വസിക്കുക? നമ്മുടെ ഉള്ളിൽ പരിശുദ്ധിയുള്ള ഹൃദയം വേണം. മനസ്സിലായോ? അപ്പൊ പരിശുദ്ധിയുള്ള ഹൃദയമാകുന്ന പുണ്ടരീകം അല്ലെങ്കിൽ വെള്ളത്താമര ഉള്ളിലുണ്ടാകുമ്പോൾ അവിടെ ആയിരിക്കും? ദൈവമിരിക്കും. അതാണ് ചിന്തയിൽ കർമ്മത്തിൽ വാക്കിലുമെന്നും നിർമ്മലരാവുക നാം. അങ്ങനെയാണോ?
അതാണ് ഇങ്ങനെ ഈ അസൂയ പിടിച്ചവര്, സ്വാർത്ഥതയുള്ള ആളുകളൊക്കെ ചെയ്യുന്ന പ്രവൃത്തി, എന്നിട്ട് അവർ അമ്പലത്തിൽ പോയി പ്രവർത്തിക്കും, കാര്യങ്ങളൊക്കെ നടന്നോണമെന്നില്ല. എന്താ കാരണം? കയ്യിൽ മോശമാണ്. പിടികിട്ടിയോ? അപ്പൊ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. ഇപ്പൊ ഉദാഹരണത്തിന് ചിന്തയ്ക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ SLC പരീക്ഷ വരാൻ പോകുന്നു. അപ്പൊ SLC പരീക്ഷ വരാൻ പോകുമ്പോൾ നമ്മള് അമ്മമാരും അച്ഛന്മാരും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും, എന്റെ കുട്ടിക്ക് ഫുൾ A+ കിട്ടണമല്ലോ, അടുത്ത വീട്ടിലെ കുട്ടിക്ക് കിട്ടല്ലേ. അപ്പൊ ആർക്കാ കിട്ടുക? അടുത്ത വീട്ടിലെ കുട്ടി കിട്ടും, നമുക്ക് കിട്ടൂല. മനസ്സിലായോ? അപ്പൊ നല്ല ചിന്ത പിടികിട്ടി. എല്ലാ ഉദാഹരണം പറയേണ്ട ആവശ്യം, നിങ്ങൾ പ്രഭാഷണങ്ങൾ ധാരാളം കേട്ടിട്ടുള്ളവർ ഇതിൽ അറിയുന്നവരായതുകൊണ്ട് വിശദീകരിച്ച് പറയാൻ പോകുന്നില്ല. അപ്പൊ ഒന്ന് അതാണ്. അപ്പൊ നല്ല ഭക്തരാക്കുമെന്ന് മനസ്സിലായോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ മനുഷ്യന് എന്തിനാണ് ഭക്തി എന്നറിയാമോ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആരോ പാടിയിട്ടുണ്ടല്ലോ, ഈശ്വര ചിന്തയിതൊന്നേ മനുജന്. അത് കേട്ടില്ലേ? എത്ര ഭംഗിയായ ഒരു പാട്ട്. ആരോ പാടിയെന്ന് എനിക്കറിയാം. നിങ്ങൾ ആരെങ്കിലും ആണോ? ഇല്ലേ? അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇഹപര സുകൃതം ഏകിടുമാർക്കും ഇത് സംസാര വിമോചനമാർഗം. അതിലെല്ലാം പറയുന്നില്ലേ, ഈ ജീവിതത്തിൽ നമുക്ക് ശാന്തി, സമാധാനവും ഐശ്വര്യവും എല്ലാം കിട്ടണം. ഏറ്റവും കൂടുതൽ എന്താണ്? നമുക്ക് പരമപാദത്തിൽ ഈശ്വരനിൽ മോക്ഷം കിട്ടണം, അല്ലേ? അതിനാണ് ഭക്തി. മാത്രമല്ല, ഇപ്പൊ നമുക്കൊക്കെ ഈ കേരളത്തിൽ എങ്ങനെ ഒരു ജന്മം തന്നില്ലേ? ഇപ്പൊ ജീവിക്കാൻ കഴിഞ്ഞതിൽ വലിയ ഭാഗ്യമാണ്. ടീച്ചർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ടീച്ചർ തിരക്കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ല. ടീച്ചർ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ എന്താണ്, റേഡിയോ ഉണ്ടായിരുന്നു. ജനിക്കുന്ന സമയത്ത് 1 വയസ്സ് 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ. നിങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പ്രായം കൂടിയ എന്നെ പോലെ 40-50 വയസ്സ് കഴിഞ്ഞാലുണ്ടോ? എനിക്ക് 40. നിങ്ങൾക്കോ? ഞാൻ റിട്ടയറായിട്ട് 8 കൊല്ലമേ ഉള്ളൂ. 40 വയസ്സ് അല്ല. ഞാൻ ചോദിക്കുന്നത് കേട്ടോ, ജനിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഒരു 4-5 വയസ്സുള്ളപ്പോൾ ആദ്യമായിട്ട് റേഡിയോ ഞാൻ കാണുന്നത്. ശരിയല്ലേ? പിന്നെ ഫോൺ വന്നു, TV കളർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വന്നു, പിന്നെ അത് പോയി കളറായി. അങ്ങനെ ഇപ്പൊ AI യുഗത്തിലെത്തി. അപ്പൊ ഈ ശാസ്ത്ര യുഗത്തിൽ വലിയ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായ സമയത്തല്ലേ ദൈവം നമുക്ക് അവസരം തന്നത്? ആണോ? ഇനി സഹോദരൻ ആലോചിച്ച് നോക്കിയാൽ, നമുക്ക് ദൈവം പിന്നെ അവസരം തന്നത് മണിപ്പൂരിലായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ ഇറാനോ ഇറാഖോ ബംഗ്ലാദേശോ പാകിസ്ഥാനിലെങ്ങാനും ഇവർ ജനിച്ചോട്ടെ എന്നെങ്ങാനും ദൈവം വിചാരിച്ചിരുന്നെങ്കിൽ, ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല, ഈ മനോഹരമായ ഇത്രയും സന്തോഷത്തോടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്ന ഈ നല്ല പുണ്യഭൂമിയായ ഭാരതത്തിൽ, കേരളത്തിൽ ക്ഷേത്രം ഒക്കെ ഉള്ള നല്ല നാട്ടുകാരുടെ കൂട്ടത്തിൽ ഒരു മകനായി ജനിക്കാൻ ദൈവം അവസരം തന്നോ? എന്നിട്ട് ആ ദൈവത്തെ വിചാരിക്കാതെ നന്ദിയില്ലാതെ മനുഷ്യന്മാരടക്കം. നിങ്ങൾ അങ്ങനെയല്ല കേട്ടോ. ശരിയല്ലേ? പിന്നെ നമ്മൾ അമ്മയുടെ വയറ്റിലല്ലായിരുന്നു ഒരു 9 മാസവും 9 ദിവസവും, പിന്നെ എത്ര ബാക്കി കണക്ക് എനിക്കറിയില്ല. അങ്ങനെ ഒരു കണക്കില്ലേ? ശരിയാണോ? അത് ആ വയറ്റിൽ നിങ്ങളെ സംരക്ഷിച്ചപ്പോൾ എന്നെയും സംരക്ഷിച്ചത് ആരായിരുന്നു? അച്ഛനമ്മയാണോ? ആണോ? ആലോചിച്ചായിരുന്നോ? ആ 9 മാസവും ബാക്കി കാലഘട്ടങ്ങളിൽ നമ്മൾ ഭൂമിയിലേക്ക് പിറക്കുന്നതിന് മുമ്പ് നമ്മളെ കാത്തതാരാ? ആരാണ്? ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലേ. കേട്ടിട്ടുണ്ടോ? ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലേ. കൽപ്പിച്ച പോലെ വരുമെന്നു നിനച്ചു കണ്ടിട്ടർപ്പിച്ചിടുന്നടിയൻ ഒക്കെയും അങ്ങ് ശംഭോ. എന്നെ പൂർണ്ണമായി ആർക്ക് സമർപ്പിക്കുകയാണ്? ദൈവത്തിന്. കാരണം എന്താണ്? നമ്മളെ അമ്മയുടെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് നമ്മളെ നോക്കാൻ നമുക്ക് എന്താ ബുദ്ധിമുട്ടുണ്ടോ? തിരിഞ്ഞാണ് കിടക്കുന്നത്, മറിഞ്ഞാണ് കിടക്കുന്നത്? ആരെങ്കിലും നോക്കാനുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? മാതാവുമില്ല വിടയെന്നു പിതാവുമില്ല, എൻ താതൻ വളർത്തിയവനാണിന്ന് ശംഭോ. ഇനി ബന്ധുക്കളോ വല്ല ഉണ്ടായിരുന്നോ? പൈസ ഉണ്ടായിരുന്നോ? പിന്നെ ആരുണ്ടായിരുന്നത്? ആരുണ്ടായിരുന്നില്ല. പിന്നെ ബന്ധുക്കളില്ല ബലവും ധനവും, മറ്റെന്തൊന്നുകൊണ്ടിത് വളർന്നതഹോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതൊന്നു നിനച്ചു കണ്ടാലന്തത്വമില്ലതിന് നീ അരുളീട് ശംഭോ. അപ്പൊ നമ്മൾ ആ കാലഘട്ടത്തിൽ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച 9 മാസവും കുറഞ്ഞ ദിവസങ്ങളും നമ്മളെ ഒരു കേടും വരുത്താതെ കൃത്യമായി സൂക്ഷിച്ച് പരിപാലിച്ച്, കൂട്ടത്തിൽ ഒന്നുകൂടെ ഉണ്ട്, കൃത്യം കണ്ണ് ഇവിടെ തന്നെ വെച്ചിരുന്നു. ശരിയാണോ? ചെവി ഇവിടെ തന്നെ ഫിറ്റ് ചെയ്ത് തന്നില്ലേ? കൈ ഇവിടെ തന്നെ തന്നില്ലേ? ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അവസരം തന്നത് ആരാ? ഭഗവാനല്ലേ. ആ ഭഗവാനെ മറന്നിട്ട് ജീവിക്കാൻ പാടുണ്ടോ? ഉണ്ടോ? അത് നന്ദികേടാണ്. അതാണ് ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഭഗവാനെ മറക്കരുതാണ്. അതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താ? എന്താ? ക്ഷേത്രം. അതാണ് പറഞ്ഞത്. അപ്പൊ അതേപോലെയുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ നമുക്കെല്ലാം പറഞ്ഞു തരുന്ന സ്ഥലമാണ് ക്ഷേത്രം. പിന്നെ അതുപോലെ
ഇനി അത് ഇങ്ങനെ ആ കാര്യങ്ങളിൽ ഒരുപാട് പോകുന്നില്ല. പിന്നെ നമുക്കൊരു ഇവിടെ പറയാൻ വന്നത് ആമുഖമായിട്ടാണ് പറഞ്ഞത്. ഇനി ഒരുപാടുണ്ട് കേട്ടോ, 2 മണിക്കൂറുള്ളൂ. മടുത്തോ? ഇല്ല, ആർക്കറിയാം. ഏതായാലും അങ്ങനെയല്ല നമ്മളെ മനുഷ്യൻ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലായിട്ട് മനുഷ്യന്മാർ നിസ്സാരക്കാരല്ലാന്ന്. മനുഷ്യർ നിസ്സാരക്കാരാണോ? ഞാൻ ഈ പറഞ്ഞതുപോലെ ദൈവം തന്ന നമ്മുടെ ഈ ജന്മം ഉണ്ടല്ലോ, എങ്ങനെയുണ്ട് ആലോചിച്ചാർന്നോ? ഇല്ലേ? ഇത് കണ്ടുപിടിച്ചതാരാ? ഈ സാധനം മനുഷ്യനല്ലേ? അപ്പൊ മനുഷ്യൻ ചില്ലറക്കാരനല്ലല്ലോ. ദൈവം എന്തൊരു കഴിവാ തന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല ക്യാമറ ഏതാണെന്നറിയോ? നിങ്ങളെ നോക്കാൻ നേരം കിട്ടുന്നില്ല കേട്ടോ, സോറി. ലോകത്തിലെ ഏറ്റവും നല്ല ക്യാമറ ഏതാ? ഇതാ കണ്ടോ? ഹൈടെക്കാ. അതിന് ഇംഗ്ലീഷൊന്നും എനിക്കറിയില്ല മോനെ, ശരിയല്ലേ? ഈ കണ്ണുകൊണ്ടല്ലേ ഇതൊക്കെ കണ്ടത്. പിന്നെ ഒരു നല്ല കമ്പ്യൂട്ടർ ഉണ്ട് ലോകത്തിൽ. ഇനി ഒരിക്കലും ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ എന്റെ തലയ്ക്കകത്തുണ്ട്. നിങ്ങൾക്കോ? ഇല്ലേ? ആ കമ്പ്യൂട്ടർ ഉണ്ടല്ലേ AI എന്നൊക്കെ പറയുന്ന സാധനം കണ്ടുപിടിച്ചത്. AI അറിയാമോ? എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാ അല്ലേ? മനസ്സിലായോ? ഈ വിമാനം കണ്ടുപിടിച്ചതാരാ? ചൊവ്വയിലേക്ക് പേടക വെച്ചതാരാ? പിന്നെ എന്തായാലും ചന്ദ്രനിൽ പോയി ഇറങ്ങിയത് ഒക്കെ മനുഷ്യനല്ലേ? അപ്പൊ മനുഷ്യനെ കുറിച്ച് എന്ത് മനസ്സിലായി? മഹാ അത്ഭുതമല്ലേ? മഹത്തായ സൃഷ്ടിയല്ലേ? അപ്പൊ ഇത്രയും മഹത്തരമായ ഒരു സൃഷ്ടിയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ കാറുണ്ടോ? ഒരു ദിവസത്തേക്ക് വാടക ചോദിക്കാനാ? തരൂല, വേണ്ട. നേരത്തെ പറഞ്ഞ നല്ല മനസ്സാണ്. ഇപ്പൊ കാറുണ്ടോ ചോദിച്ചപ്പോ ഇല്ലാന്ന്. ഇത് എന്തൊരാൾക്കാരാ? മിക്സി ഉണ്ടോ? അതിലോ എന്നാ വേണ്ട. പിന്നെ ഏതാണല്ലോ അങ്ങനെ കുറെ പേര്. TV, ഹലോ, TV മിക്സി ഒക്കെ വീട്ടിലില്ലേ? വാങ്ങാൻ നിങ്ങൾ കടയിൽ പോയായിരുന്നോ? എന്തി പോകത്തെ? വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇതുപോലെ ഒരു ചെറിയ ബുക്ക് തന്നായിരുന്നോ? വീട്ടിലിരിപ്പുണ്ട് അത്. അതെന്താ പറയാ ടീച്ചറെ? എന്താണ്? യൂസേഴ്സ് മാനുവൽ അല്ലേ? യൂസർ മാനുവലോ യൂസേഴ്സ് മാനുവൽ എന്നൊക്കെ പറയും. കേട്ടുണ്ടോ? ശരിയാണോ? ഇതുണ്ടോ? ഇത് ഞാൻ TV വാങ്ങിയപ്പോൾ എനിക്ക് തന്ന ബുക്കാ. സൂക്ഷിച്ചോക്കേ. മൊബൈൽ വാങ്ങിയപ്പോഴും കിട്ടിയില്ല. അങ്ങനെ ഇത് എങ്ങനെയാ ഉപയോഗിക്കേണ്ടത് എഴുതിയിട്ടുണ്ടോ? അപ്പൊ ഈ മൊബൈല്, TV, മൈക്ക്, കാറ് തുടങ്ങിയവ എല്ലാം കണ്ടുപിടിച്ചത് നമ്മൾ. അപ്പൊ കണ്ടുപിടിച്ച സാധനം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അതിനൊരു ബുക്കുണ്ട്. അപ്പൊ അതിനേക്കാളും പ്രധാനപ്പെട്ട സംഭവമല്ലേ നമ്മള്. അപ്പൊ നമുക്കൊരു ബുക്ക് വേണ്ടേ? വേണോ? വേണോ? അപ്പൊ നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത്, പ്രവർത്തിപ്പിക്കേണ്ടത്, പെട്രോളാണോ ഡീസലാണോ നമ്മൾക്കുള്ളിൽ ഒഴിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാൻ ഒരു ബുക്ക് വേണോ? ആ ബുക്കിന്റെ പേരറിയാവോ? അതിന്റെ അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങളാണ്. പിടികിട്ടിയോ? അപ്പൊ നമ്മുടെ യൂസർ മാനുവൽ എന്താ? തർക്കണ്ടിപ്പോ പറയണം. എനിക്കങ്ങനെ തോന്നി. ശരിയാണോ? നമ്മളൊക്കെ എങ്ങനെ ജീവിക്കണം എന്ന് നേരത്തെ പറഞ്ഞില്ലേ? സത്യം, മതം, ധർമ്മം, ചരം. ശരിയാണോ? ആ അടിസ്ഥാനപരമായി നമ്മുടെ എങ്ങനെ ഓരോ മനുഷ്യനും എങ്ങനെ ജീവിച്ചാൽ ഉത്കൃഷ്ടനായി തീരാൻ പറ്റും. മാത്രമല്ല, മനുഷ്യന് 2 എക്സ്ട്രീം എൻഡുകളുണ്ട്. ഒന്ന്, മനുഷ്യന് അധപ്പതിച്ചാൽ ചെകുത്താൻ, അല്ലെങ്കിൽ പിന്നെ എന്തായാലും പിശാചാകാൻ പറ്റും. ഉയർന്നു പോയാലോ? ഉയർന്നു പോയാൽ ഈശ്വര തുല്യനായി വളരാം. ശരിയോ തെറ്റോ? മനുഷ്യർ അവരെ ഓർമ്മിച്ചിരിക്കും, ഹൃദയത്തിൽ സൂക്ഷിക്കും, ആരാധിക്കും. പേര് ഞാൻ പറയട്ടെ. ഉദാഹരണം: ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വിവേകാനന്ദ സ്വാമികൾ, കാലടി ശങ്കരാചാര്യ സ്വാമികൾ. ശരിയോ തെറ്റോ? എന്നാൽ നമുക്കറിയാം ഏറ്റവും ഹീനമായ പ്രവൃത്തി. അവരുടെ പേര് പറയണ്ടല്ലോ അമ്പലത്തിൽ, മോശമല്ലേ? അപ്പൊ മനുഷ്യൻ 2 ദിവസത്തേക്ക് പോകാം. അപ്പൊ എന്തായിരുന്നാലും ഈ മനുഷ്യനെ നല്ല നിലയിലേക്ക് ഉത്കൃഷ്ടനായി ഉയർന്നു വരാൻ, നല്ല മനുഷ്യനായി മാറി നന്നായി ജീവിക്കാൻ, ഈ കഴിവുകളൊക്കെ തന്ന ദൈവത്തെ ഓർത്ത് നന്നായി മുന്നോട്ട് പോകാൻ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകൾ അടങ്ങുന്ന യൂസർ മാനുവലിന്റെ പേരാണ് ഏത്? വേദങ്ങൾ. ശരിയോ തെറ്റോ? ശരിയല്ലേ? അത് നമുക്ക് തന്നതാരാണോ? വേദവ്യാസ മഹർഷിയല്ലേ? അല്ലേ? അതനുസരിച്ച് ജീവിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു യൂസർ മാനുവൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞില്ലേ, പെട്രോൾ വണ്ടി, ഡീസൽ വണ്ടി എന്ന് കേട്ടുണ്ടോ? പെട്രോൾ വണ്ടിയിൽ ഡീസൽ ഒഴിച്ചാൽ എന്തായി പോവും? പറയൂ. വണ്ടി കേടാവൂലേ? തിരിച്ചൊഴിച്ചാലും കേടായി പോവും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഒഴിക്കേണ്ട പെട്രോൾ ഏതെന്നറിയോ? അല്ലെങ്കിൽ ഡീസൽ, ഇന്ധനം. അതാണ് നേരത്തെ പറഞ്ഞ സത്യം, ധർമ്മം, ദയ തുടങ്ങിയ. ശരിയോ തെറ്റോ? ശരിയാണല്ലോ. മനുഷ്യന്റെ ഉള്ളിൽ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ ഉപയോഗിക്കേണ്ട ഇന്ധനമാണ് സത്യവും ധർമ്മവും ദയയും ഈശ്വരഭക്തിയൊക്കെ. ശരിയല്ലേ? അതിന് പകരം, സത്യത്തിന് പകരം അസത്യം ഒഴിച്ചാലോ? എൻ്റെ ഉള്ളിൽ അസത്യം നിറച്ചാലോ, അധർമ്മം നിറച്ചാലോ എന്ത് സംഭവിക്കും? ഞാൻ കേടാവൂലേ? വണ്ടി കേടായ പോലെ. ഞാൻ കേടായ ഞാൻ മാത്രമായിട്ട് നിൽക്കുവോ? എഴുത്തച്ഛൻ പറഞ്ഞത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്നേ വരുന്ന. അത് ആ കോണ്ടസ്റ്റിൽ, ആ പ്രത്യേക സന്ദർഭത്തിൽ ശരിയാണ്. പക്ഷെ ഞാൻ ചീത്തയായ എൻ്റെ വീട്ടുകാരൊക്കെ അനുഭവിക്കേണ്ടി വരും. സഹോദരി സംബന്ധിച്ചോ? ചിലപ്പോൾ നാട്ടുകാരും. അത് കുഴപ്പമില്ലേ? രാവണൻ ഒരാളെ ചീത്തയായുള്ളൂ, എത്ര കഷ്ടമായി പോയി. മഹിഷി ഒരാളെ കുഴപ്പമുണ്ടാക്കിയുള്ളൂ, എല്ലാവർക്കും ബുദ്ധിമുട്ടായോ? ഉണ്ടോ? കംസൻ
ഇങ്ങനെ നാട്ടിലായാലോ ഒരാൾ മോശമായാലോ ആ മനുഷ്യൻ മാത്രമാണോ മോശമാകുന്നത്? സമൂഹത്തെ ബാധിക്കില്ലേ? ബാധിക്കോ? അങ്ങനെയാണ് എന്ത് ചെയ്യും ദൈവം? അതങ്ങനെ വിട്ടു തരുമോ? കർമ്മം, അങ്ങനത്തെ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ദൈവം ശിക്ഷിക്കോ ഇല്ലയോ? അല്ലെങ്കിൽ തടയുമോ? ഇല്ലേ. തടയുമോ? യഥാഹി അറിയില്ലേ? ഭഗവാൻ പറഞ്ഞു തന്നിട്ടില്ലേ ഭഗവത്ഗീതയിൽ തന്നെ? യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമ ധർമ്മസ്യ ഇല്ലേ പറഞ്ഞിട്ടില്ലേ? അറിയാലോ എല്ലാവർക്കും? തീർച്ചയാണ്. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ വേണം? ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആ രാജാവിന്റെ പേരെന്തായിരുന്നു? ദശരഥ മഹാരാജാവല്ലേ? വേണ്ടാത്ത കുഴപ്പം കാണിച്ചോണ്ടല്ലേ ആ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായത്. ശരിയോ തെറ്റോ? സമ്മതിച്ചോ? ദശരഥ മഹാരാജാവ് എന്താ തെറ്റ് ചെയ്തത്? എന്താണ് അധർമ്മം ചെയ്തത്? ഒന്ന് വൈകിട്ട് ഇരുട്ടത്ത് വേട്ടയ്ക്ക് പോയി. പിന്നെ ശബ്ദം കേട്ടിട്ട് എന്ത് ചെയ്തു? ആന തുമ്പിക്കൈയിൽ, എല്ലാവരും അറിയുന്നല്ലേ, വെള്ളം എടുക്കുകയാണെന്ന് വിചാരിച്ച് ലക്ഷ്യം വെച്ച് അമ്പയച്ച് ഒരു മുനികുമാരനെ വധിച്ചു. പാപം ചെയ്താൽ പരിഹാരം ഉണ്ടാവുമോ? ഈ പരിഹാരം നോക്കിയിട്ടും നടന്നില്ല. എന്ത് നേരത്തെ പറഞ്ഞ പോലെ അത് അനുഭവിക്കേണ്ടി വരും. അപ്പൊ എന്താ അനുഭവിച്ചില്ലേ? താങ്കളും പുത്ര ദുഃഖത്താൽ മരിക്കട്ടെ എന്ന് ശപിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്തില്ലേ? എന്തിനാണ് നമ്മൾ സീതാദേവി ഇല്ലേ? സീതാദേവി ഒരു കുഴപ്പം കാണിച്ചു, അറിഞ്ഞായിരുന്നോ? ഇല്ലേ? അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായി. അതാരും തെറ്റ് ചെയ്താലും വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട കേട്ടോ. അത് സൂക്ഷിച്ചു വെച്ചോളി, തെറ്റൊന്നും ചെയ്യണ്ട. അതായത് ഒരു ചൊല്ലുണ്ട്, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത്, ടീച്ചർ എന്തായിരുന്നു പറയാ, രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് വരാൻ നോക്കല്ലേ. അപ്പൊ പാപം ചെയ്തിട്ട് പിന്നെ പരിഹാരം ചെയ്യുന്നതിനേക്കാളും നല്ലത് പാപം ചെയ്യാതിരിക്കല്ലേ. എല്ലാവരും കേട്ടല്ലോ? എഴുതി വെച്ചോളി, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് സീതാദേവിക്ക് എപ്പോഴാണ് പറ്റിയെന്നറിയാം? നിങ്ങൾക്കറിയോ? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് മാരീചൻ ഒരു പൊന്മാനായിട്ട് വന്നൊരു സംഭവം ഇല്ലേ? പൊന്മാനായിട്ട് വന്നിട്ട് ഭഗവാൻ പിടിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിന്നാലെ പോയി. അങ്ങനെ പോയി കുറേ കഴിഞ്ഞപ്പോൾ ഒരു വലിയ അലർച്ച കേട്ടു. അനുജ ലക്ഷ്മണ ഓടി പാടോ എന്ന് വിളിച്ചില്ലേ? ശരിയല്ലേ? എല്ലാവർക്കും അറിയുന്നല്ലേ? അപ്പൊ ലക്ഷ്മണകുമാരൻ എന്താ പറഞ്ഞത്? ഞാൻ പോകില്ല, എന്റെ ജ്യേഷ്ഠനെ ഈ 14 ലോകത്തിൽ ഒരാൾക്കും കീഴടക്കാൻ പറ്റത്തില്ല, ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് സീതാദേവിക്ക് എന്ത് തോന്നി? സ്വന്തം ഭർത്താവല്ലേ, ആ ഭർത്താവിന് എന്തോ ആപത്ത് പറ്റിയെന്നുള്ള ആ വ്യാകുല ചിന്തയിൽ പറയാൻ പാടില്ലാത്തത് പറഞ്ഞോ ഇല്ലയോ? പറഞ്ഞല്ലോ അല്ലേ? നീ എന്റെ കൂടെ വന്നത് ജ്യേഷ്ഠനെ കൊന്നിട്ട് എന്നെ സ്വന്തമാക്കാനാണോ എന്ന് അതിനേക്കാളും മോശമായിട്ടൊന്നും ലക്ഷ്മണകുമാരനോട് പറയാനില്ല. ആ ലക്ഷ്മണകുമാരൻ സീതാദേവിയുടെ എന്ന് കരുതുന്ന ആഭരണം കിട്ടിയിട്ട് ഇതാ ജ്യേഷ്ഠത്തി അമ്മയുടേതാണോ എന്ന് നോക്കാൻ പറഞ്ഞൊക്കെ നിങ്ങൾ അറിയില്ലേ? ഇല്ലേ? തോൾവളയും അറിയാണോ തുടർന്ന് കണ്ടിട്ട് അറിയില്ല എന്ന് പറയും. അവസാനം പാദസരം മാത്രം കണ്ടിട്ട് പറഞ്ഞു, എന്റെ ജ്യേഷ്ഠത്തി അമ്മയെ ഞാൻ എന്നും പാദ നമസ്കാരം ചെയ്യുന്നത് കൊണ്ട് ഞാനിത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ആ പരിശുദ്ധനായ, നേരത്തെ നമ്മൾ പറഞ്ഞ ജ്യേഷ്ഠത്തി അമ്മയെ സ്വന്തം അമ്മയെ പോലെ കാണണമെന്ന സംസ്കാരത്തിന്റെ ആൾരൂപമായ ലക്ഷ്മണകുമാരനോടാണ് പറഞ്ഞത് ഇങ്ങനെ. ലക്ഷ്മണകുമാരനും വല്ലാത്ത സങ്കടമായിപ്പോയി. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? ഒടുവിൽ രാവണനെ നിഗ്രഹിച്ച് ലക്ഷ്മണനും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനും ഹനുമാനും ഒക്കെ ചേർന്ന സംഘം രക്ഷപ്പെടുത്തി അവിടുന്ന് പോരാ സമയത്ത് രാവണനെയൊക്കെ നിഗ്രഹിച്ചു കഴിഞ്ഞിട്ട് സീതാദേവി വരുമ്പോൾ സീതാദേവി തന്റെ ഏറ്റവും പ്രിയങ്കരനായ കാത്തിരുന്ന, ഒരു വർഷം കാത്തിരുന്ന പ്രിയ ഭർത്താവ് തന്നെ വേഗം വന്ന് കൈക്ക് പിടിക്കും, കണ്ണുനീർ തുടയ്ക്കും, ആശ്ലേഷിക്കും, പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് കരുതിയിരുന്നിട്ട് എന്താ സംഭവിച്ചത്? ശ്രീരാമചന്ദ്രൻ പെട്ടെന്ന് കൂടെ കൂട്ടിയോ? അവിടെ നിന്നു. സീതാദേവി ആ ആൾക്കൂട്ടത്തിൽ ആകെ വിഷമിച്ച് അവിടെ നിന്നുപോയി. അത് ഇതാ കാരണം, മനസ്സിലായോ? പിന്നെ ലക്ഷ്മണകുമാരൻ എന്ത് ചെയ്തു? വേഗം അഗ്നി കൂട്ടി അഗ്നിശുദ്ധി വരുത്തി കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പൊ ഈ ഒരു വിഷമം അവിടെ അനുഭവിക്കേണ്ടി വന്നതിന് ഒരു കാരണം ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടാന്നാ പറഞ്ഞത്. എന്താണത്? കനിവാർന്നുജാവറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളി വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ചിന്താവിഷ്ടയ സീതയിലാ പറയുന്നത്. എന്താണ്? കനിവാർന്നുജാവറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളി വാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടിടാത്ത കുമാർഗമില്ലടോ. ചിലപ്പോ എന്ത് സംഭവിക്കും? അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടിടാത്ത കുമാർഗമില്ലടോ. എത്ര വലിയ ആളായാലും എത്ര ഉന്നതങ്ങളിലിരുന്നാലും ചിലപ്പോൾ എന്ത് സംഭവിക്കും? ചിലപ്പോൾ അറിയാണ്ട് ചില കുഴപ്പത്തിൽ ചെന്ന് ചാടാറില്ലേ? പത്രം വായിക്കാറുണ്ടോ? ഉണ്ടോ? കേട്ടില്ലേ? വലിയ ഉന്നത പദവി, പണ്ടൊരു അമേരിക്കൻ പ്രസിഡന്റ് രാജിവെക്കേണ്ടി വന്നു. അവർ നമ്മുടെ നാട്ടിൽ ചില മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇപ്പോൾ ഒരു MLA ജയിലില്ല. അപ്പൊ ചിലർക്ക് എന്ത് പറ്റും? നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് സംഭവിക്കാം. അതാണ് സീതാദേവിയിലൂടെ പറയുന്നത്. അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടിടാത്ത കുമാർഗമില്ലടോ. ഇങ്ങനെ ഒരുപാടുണ്ട്. ഭീഷ്മപിതാമഹന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എല്ലാവർക്കും. എല്ലാം ഈ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും ചിന്തയില്ലാതെ ആലോചിക്കാതെ പാപകർമ്മങ്ങൾ ചെയ്താൽ അതിന്റെ ഫലവും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് സൂക്ഷിക്കുക, ധർമ്മത്തിൽ ജീവിക്കുക, സത്യം പറയുക, നന്മയിലൂടെ മുന്നോട്ട് പോവുക എന്നൊക്കെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ വേദത്തിലെ ഈ പറയുന്ന വാക്യങ്ങളിലാണ്. അപ്പൊ എങ്ങനെയുള്ള വേദങ്ങൾ പഠിപ്പിച്ചു തരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ വേദങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ സംസ്കൃതത്തിൽ തന്നെ സാധാരണക്കാർക്ക്
വായിച്ചാൽ തീരെ മനസ്സിലാവാത്ത അത്രയും കഠിനമായ ഒരു ഇതാണെന്ന് പറഞ്ഞു ആഖ്യാനം. ലളിതമായ സംസ്കൃതം പോലും അല്ല. പിന്നെ തന്നെയല്ല, അത് വളരെ ചുരുക്കിയിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെന്നാണ്. അപ്പൊ പെട്ടെന്ന് നമ്മളെ പോലുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന് ആർക്ക് മനസ്സിലായി? സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവില്ല എന്ന് ആർക്ക് മനസ്സിലായി? വേദവ്യാസ മഹർഷിക്ക് മനസ്സിലാവില്ലേ? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? മഹർഷി എന്ത് ചെയ്തു? മഹർഷി അതിനെ കഥാരൂപത്തിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമാക്കി തന്നു. ശരിയാണോ? 18 പുരാണങ്ങളില്ലേ? 18 ഉപപുരാണങ്ങളില്ലേ? ഇല്ലേ? ഇതിഹാസങ്ങളില്ലേ? രാമായണം, മഹാഭാരതം. രാമായണം കഥയാണോ അല്ലയോ? രാമായണം കഥയാണോ അല്ലയോ? ഉറപ്പാണോ? കഥയല്ലേ. മഹാഭാരതോ? മഹാഭാരതം കഥയാണോ? അല്ലേ? എല്ലാ കഥയല്ലേ? അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ, നമ്മൾ പറഞ്ഞ ഹിന്ദുമതത്തിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായിട്ടുള്ള വേദങ്ങളുടെ തത്വങ്ങൾ ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് കൊണ്ട് വേദവ്യാസ മഹർഷിയെ പോലെയുള്ള മഹർഷീശ്വരന്മാർ സാധാരണ ജനങ്ങൾക്കും അത് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ പകർത്തി ശ്രേഷ്ഠരായി നല്ല നിലയ്ക്ക് ജീവിക്കാൻ വേണ്ടിയും ഒടുവിൽ മോക്ഷം പ്രാപിക്കാൻ വേണ്ടിയും അത് മനോഹരങ്ങളായി ഏറ്റവും ഭംഗിയായി കേട്ടിരിക്കാൻ പാകത്തിന് ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള നല്ല നല്ല കഥകളായിട്ട് വർണ്ണിച്ചു തന്നിട്ടുണ്ട്. അതാണ് 18 പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, രാമായണം, മഹാഭാരതമൊക്കെ. ശരിയാണോ? സംശയമുണ്ടോ? സംശയമുണ്ടോ? ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞ വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമല്ലേ സത്യം വദ ധർമ്മം ചര സത്യമേവ ജയതേ നാനുർതം അല്ലേ? ആണോ? ഈ സത്യം മാത്രമേ പറയാവൂ എന്ന് പഠിപ്പിക്കാൻ വേണ്ടി പ്രധാനമായിട്ടും 4-5 അധ്യായങ്ങളാണ് സ്കന്ദപുരാണം അല്ലെങ്കിൽ മാർക്കണ്ഡേയ, എല്ലാ പുരാണത്തിലും ഉണ്ട്. ഹരിചന്ദ്രനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹരിചന്ദ്രന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഒരുപാട് പേജ് എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഹരിചന്ദ്രൻ ചരിതം ഒരു കഥ. അതെന്തിനാണ്? 7-8 അധ്യായങ്ങളാണ് മാർക്കണ്ഡേയ പുരാണത്തിൽ ഇതിന് മാത്രം നിയോഗിച്ചിട്ട് ഹരിചന്ദ്ര ചരിതം പഠിപ്പിക്കാൻ വേണ്ടി. ഹരിചന്ദ്ര ചരിതം കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് നമ്മുടെ പുരാണത്തിൽ ഈ സത്യം എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് അത്രയും എന്താ പറയാ നല്ല ഉന്നതമായ മനോഹരമായ ഒരു കഥ അതിന് തുല്യമായിട്ട് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എൻ്റെ അറിവിൽ. അത് ഉദാഹരണം, അത് ഞാൻ ഉദാഹരണം അത് വേണമെങ്കിൽ പറയാം. നമ്മുടെ ക്ഷേത്രത്തിൽ നടന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തി പറയാം ആ കഥ. ആ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാത്മാഗാന്ധിനെ എല്ലാവർക്കും അറിയോ? അറിയാത്ത ആരും ഇവിടെ ഇരിപ്പില്ല. അദ്ദേഹത്തിന് കുട്ടിക്കാലത്തെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നല്ലായിരുന്നു അല്ലേ? കുട്ടിക്കാലത്ത് സാധാരണ നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികളെ പോലെ തന്നെയുള്ള ചില്ലറ കുഴപ്പക്കാരനായിരുന്നു എന്നാണ് പറഞ്ഞത്. ആണോ? അങ്ങനെയെങ്കിലേ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആത്മകഥ ഉണ്ട്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ശരിയല്ലേ? ആ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് പ്രധാനമായിട്ടും 2 പുസ്തകങ്ങൾ അഥവാ 2 നാടകങ്ങളാണ്. അതിലൊന്ന് ശ്രവണ പിതൃഭക്തിയാണ്, മറ്റൊന്ന് സൂര്യവംശ രാജാവായ ഹരിചന്ദ്ര മഹാരാജാവിന്റെ ഹരിചന്ദ്ര ചരിതമാണ്. അതിൽ ശ്രവണകുമാരൻ ആരാന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ പറയില്ല, അതിന് സമയമില്ല, എന്നാലും പരിചയപ്പെടുത്താം. നിങ്ങൾ അറിയുന്ന ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിയുമോ അത് ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന് നിങ്ങൾ പറയും. ആരാ? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ദശരഥ മഹാരാജാവിന് ഒരു അബദ്ധം പറ്റിയിരുന്നു. അന്ന് അങ്ങനെ മരിക്കാനിടയായ ആ കുഞ്ഞിന്റെ പേരെന്താ? ശ്രവണകുമാരനല്ലേ? ശ്രവണകുമാരന്റെ പുസ്തകം വീട്ടിൽ കിട്ടിയിട്ട് 10-20 തവണ ഈ മോഹൻദാസ് വായിച്ചു. ആ 10-11 വയസ്സുള്ള കുട്ടി ആ വായിച്ചു തീർന്നപ്പോൾ എടുത്ത തീരുമാനമാണ്, ഇനി എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യാനായിരിക്കും. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കേണ്ടതാണ് ഈ ജന്മം കൊണ്ട് സാധ്യമാകേണ്ടത്. നരസേവ, നാരായണ സേവ എന്ന ആ ബോധ്യം ഉണ്ടായത് അവിടുന്നാണ്. പിന്നെ പറയുന്നത് അറിയാമോ? ഇതേപോലെ ഒരു ക്ഷേത്രത്തിൽ പോർബന്തറിൽ, മഹാത്മാഗാന്ധി ജനിച്ചത് പോർബന്തറിലാണെന്നാ ഇല്ലേ? അവിടെ ഒരു ക്ഷേത്രത്തിൽ ഇതേപോലെ ഒരു ഉത്സവം നടക്കുകയാണ്. അപ്പൊ 12 വയസ്സുകാരനായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മറ്റുള്ളവരെ പോലെ ഉത്സവം കൂടാൻ വന്നു. അങ്ങോട്ട് വരുമ്പോൾ വളരെ ഗംഭീരമായ ഒരു സ്റ്റേജ് ഉണ്ട്. സ്റ്റേജിൽ കർട്ടൻ വീണ് കിടക്കുകയാണ്. അപ്പൊ എല്ലാവരും വന്ന് നിങ്ങളൊക്കെ ഇരിക്കുമ്പോൾ കസേര ഒന്നുമില്ല, നിലത്താണ് ഇരിക്കുന്നത്. അങ്ങനെ ഉത്സവം കൂടാൻ പോയത് ഓർമ്മയുണ്ടോ? പേപ്പർ കൊണ്ടൊക്കെ പോയി, പായ കൊണ്ടൊക്കെ പോയി ഇരുന്ന് ഓർമ്മയുണ്ടോ? ചൂട്ടൊക്കെ കത്തിച്ചോണ്ട് പോയിട്ട്. അങ്ങനെയെങ്കിലും നല്ല ആൾക്കാരോട് ഉണ്ടല്ലോ, അവരൊന്നും ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. അങ്ങനെ എല്ലാവരും മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു 2000-ഓളം പേര് ആളെ നിരന്നിരിക്കുന്നു ഗുജറാത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ മോഹൻദാസ് എന്ന് പറഞ്ഞ കുട്ടി മുന്നിൽ വന്ന് സ്ഥാനം പിടിച്ചു. അപ്പൊ അവിടുന്ന് ഒരു ബെല്ലടിച്ചു, ട്രെന്ന് ബെല്ലടിച്ചു. നാടകം കണ്ടിട്ടുണ്ടോ? നാടകം കണ്ടിട്ടില്ലേ? ബെല്ലടിക്കും. അടുത്ത ബെല്ലടിച്ചിട്ട് പറഞ്ഞു, അടുത്തൊരു ബെല്ലോട് കൂടി ഞങ്ങൾ നാടകം ആരംഭിക്കാൻ പോവുകയാണ്. കട്ടൻ പൊന്നിച്ചിട്ടില്ല. എന്നിട്ട് അവിടെ അനൗൺസ് ചെയ്യാണ് നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം. ഞങ്ങളിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥയുടെ പേര് ഹരിചന്ദ്ര ചരിതം. സൂര്യവംശ രാജാവായിട്ടുള്ള ഹരിചന്ദ്ര മഹാരാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹരിചന്ദ്ര മഹാരാജാവിന്റെ കീർത്തി ലോകമെമ്പാടും പ്രചരിച്ചു. ഈ 14 ലോകങ്ങളിലും എന്ത് ചോദിച്ചാലും എങ്ങനെ ചോദിച്ചാലും ഹരിചന്ദ്രനെ പോലെ, ഹരിചന്ദ്രൻ രാജ്യം പോലെ, ഹരിചന്ദ്രൻ 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 എല്ലാം. ഈ 916 സ്വർണം വന്നപ്പോൾ 22 കാരറ്റ് ആർക്കും വേണ്ടാത്ത പോലെ, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഔട്ടായതുപോലെ ദേവേന്ദ്രനെ കുറിച്ച് പോലും ആരും പറയുന്നില്ല.
ദേവേന്ദ്രനെ കുറിച്ചല്ലായിരുന്നു ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ദേവേന്ദ്രന്റെ രാജ്യം പോലെ, ദേവലോകം പോലെ ആകെ പ്രശ്നമായി. അങ്ങനെ ഹരിചന്ദ്രനെ കുറിച്ചുള്ള കീർത്തി ഇങ്ങനെ ലോകമെമ്പാടും പ്രചാരം നേടിക്കഴിഞ്ഞപ്പോൾ ഹരിചന്ദ്രന്റെ കീർത്തിയിൽ അസൂയ തോന്നിയിട്ടുള്ള ദേവേന്ദ്രന് സങ്കടമായി. ദേവേന്ദ്രൻ ആലോചിച്ചു, ഈ ഹരിചന്ദ്രന്റെ കീർത്തി എങ്ങനെയെങ്കിലും ഇല്ലാതാക്കിയിട്ട് നമ്മുടെ കീർത്തി വീണ്ടെടുക്കണം. എങ്ങനെയാണ് ഹരിചന്ദ്രൻ ഇത്രയും കീർത്തിമാനായത്? അതിന് കാരണം ഹരിചന്ദ്രൻ സത്യസന്ധനാണ്, ധർമ്മനിഷ്ഠനാണ്. സ്വന്തം ജീവൻ പോയാലും, തന്റെ എന്ത് നഷ്ടപ്പെട്ടാൽ, രാജ്യമല്ല ജീവനല്ല എന്ത് നഷ്ടപ്പെട്ടാലും സത്യത്തിൽ നിന്ന് കടുകിട വ്യതിചലിക്കാത്ത സത്യനിഷ്ഠയിൽ ഉറച്ചു നിൽക്കുന്ന സത്യത്തിന്റെ ആൾരൂപമായ ഹരിചന്ദ്ര മഹാരാജാവിനെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല. ആ സത്യനിഷ്ഠയിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഹരിചന്ദ്ര മഹാരാജാവിനെ കുറിച്ച് ലോകമെമ്പാടും പറയുന്നത് ഹരിചന്ദ്രൻ 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 രാജ്യം പോലെ ഹരിചന്ദ്രനെ പോലെയെന്ന്. അപ്പോ ദേവേന്ദ്രന്റെ അസൂയ കൊണ്ട് ദേവേന്ദ്രൻ എങ്ങനെയെങ്കിലും ഈ ഹരിചന്ദ്രന് സത്യം പാലിക്കാൻ പറ്റാതെ, വാക്ക് പാലിക്കാൻ പറ്റാത്ത ഒരു പരീക്ഷണം നടത്തി തോൽപ്പിച്ചിട്ട് ഹരിചന്ദ്ര മഹാരാജാവിന്റെ കീർത്തി ഇല്ലാണ്ടാക്കിയിട്ട് ദേവേന്ദ്രന്റെ കീർത്തി വീണ്ടെടുക്കണം. അതിന് അദ്ദേഹം രാജകുമാരി ഇങ്ങനെയാണോ ആരെവിടെ? അപ്പൊ വിദ്വാൻമാരൊക്കെ വരും, നമുക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ആരും നിവർത്തി തരും. പലരും പലതും പറഞ്ഞു കൊടുത്തു, ഒന്നും ബോധ്യമില്ല, ഒന്നും നടക്കൂല. അവസാനം ഒരാൾ അവിടേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, നാം ഏറ്റവും പറഞ്ഞു. ഒരു പരീക്ഷണം നടത്തി ഹരിചന്ദ്ര മഹാരാജാവിനെ വാക്ക് പാലിക്കാൻ പറ്റാതെ തോൽപ്പിച്ചിട്ട് അങ്ങയുടെ കീർത്തി നാം വീണ്ടെടുത്തു തരും. ആ വന്നയാളിന്റെ പേര് വിശ്വാമിത്ര മഹർഷിയാണ്. വിശ്വാമിത്ര മഹർഷി വന്നിട്ട് പറഞ്ഞു, നാം ഏറ്റവും എന്ന് പറഞ്ഞു. ഓ, വളരെ സന്തോഷം, അങ്ങ് എന്താണ് ചെയ്യുക? ഞാനൊരു പരീക്ഷണം നടത്തി തോൽപ്പിച്ച് ഉടനെ എത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് വിശ്വാമിത്ര മഹർഷി അവിടെ നിന്ന് നമ്മുടെ ഹരിചന്ദ്ര മഹാരാജാവിന്റെ രാജസന്നിധിയിലേക്ക് വരികയാണ്. വരുന്നത് ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷം കെട്ടിയിട്ടാണ്. വേഷപ്രച്ഛന്നനായി ഹരിചന്ദ്ര മഹാരാജാവിനെ പരീക്ഷണം നടത്തി തോൽപ്പിക്കുവാൻ വേണ്ടി വിശ്വാമിത്ര മഹർഷി ബ്രാഹ്മണനായിട്ട് വരുന്നു. അടുത്ത വലിയ നടിച്ചു, കർട്ടൻ ഉയർന്നു. അപ്പോൾ രാജസന്നിധിയിൽ ഹരിചന്ദ്ര മഹാരാജാവ് ഇപ്പോൾ കണ്ടോ, ഹരിചന്ദ്ര മഹാരാജാവ് ആ കൊട്ടാരത്തിന്റെ രാജസന്നിധിയിൽ ഇരിക്കുകയാണ്. അപ്പോ ഒരു ദ്വാരപാലകൻ, കൊട്ടാരത്തിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയാം, ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ദ്വാരപാലകൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, അടിയൻ. അപ്പൊ രാജാവ് ചോദിക്കും, ആരെവിടെ? അങ്ങയെ മുഖം കാണിക്കാൻ ഒരു വൃദ്ധ ബ്രാഹ്മണൻ കാത്തു നിൽക്കുന്നു. ഇങ്ങനെയല്ലേ കൊട്ടാരത്തിൽ പോയിട്ടില്ലേ? ഇത് നാടകമാണല്ലോ, അതുകൊണ്ടാട്ടോ. അങ്ങയെ മുഖം കാണിക്കാൻ ഒരു വൃദ്ധ ബ്രാഹ്മണൻ കാത്തു നിൽക്കുന്നു. അപ്പൊ രാജാവ് അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ ആഗതരാക്കൂ. അങ്ങനെയല്ലേ പറയുന്നത്? എല്ലാവർക്കും മനസ്സിലാവില്ലേ ഭാഷ? നാടകത്തിന്റെ ഭാഷ ആയതുകൊണ്ടാണ്. കുട്ടികൾ കൂടി ഇല്ലല്ലോ, പേടിക്കാനില്ല, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ എന്താ പറഞ്ഞത്? അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ ആഗതനാക്കൂ, ഉത്തരവ്. അദ്ദേഹം പോയി കൂട്ടിക്കൊണ്ടുവന്നു. അപ്പൊ അത് വന്ന ബ്രാഹ്മണൻ, മഹാരാജാവിന് പ്രണാമം, അങ്ങ് ഉപവിഷ്ടനായാലും. അദ്ദേഹം അവിടെ ഇരുന്നു. രാജാവ് ചോദിച്ചു, അങ്ങ് എന്തിനാണ് നമ്മെ മുഖം കാണിക്കാൻ വേണ്ടി വന്നത്? മഹാരാജൻ, ഞാനൊരു സാധു ബ്രാഹ്മണനാണ്, അതുകൊണ്ട് ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എന്ത് സഹായമാണ് അങ്ങേക്ക് വേണ്ടത്? നമ്മുടെ മകളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഓഹോ, മകളുടെ വിവാഹമാണോ? അങ്ങ് പോയി മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ട് വന്നോളൂ. എന്ത് ചോദിച്ചാലും നാം തരുമല്ലോ. ഒരു കല്യാണത്തിന് കൊടുക്കാൻ രാജാവിന് നിസ്സാരപ്പെട്ട കാര്യമല്ലേ, അല്ലേ? അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ട് വന്നോളൂ, എന്ത് ചോദിച്ചാലും നാം തരുന്നു. എന്ത് ചോദിച്ചാലും തരുമോ? തീർച്ചയായും. പറഞ്ഞത് ഹരിചന്ദ്ര മഹാരാജാവാണ്. നാം ജീവിച്ചിരിക്കുന്നെങ്കിൽ വാക്ക് പാലിച്ചിരിക്കും. അങ്ങ് ധൈര്യമായി പോയി മകളുടെ വിവാഹം നിശ്ചയിച്ചിട്ട് വന്നോളൂ. അപ്പോൾ അതേപോലെ മഹാരാജാവ് പ്രണാമം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് വിടവാങ്ങി. കർട്ടൻ വീണു. വീണ്ടും കർട്ടൻ ഉയർന്നത് 3 മാസം കഴിഞ്ഞുള്ള അടുത്ത രംഗമാണ് കർട്ടൻ ഉയർന്നത്. ദ്വാരപാലകൻ വന്നു, മഹാരാജാവ് പ്രണാമം, എന്താണ്, ആരെവിടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, അങ്ങേ മുഖം കാണിക്കാൻ വൃദ്ധബ്രാഹ്മണൻ കാത്തു നിൽക്കുന്നു, അദ്ദേഹത്തെ നമ്മുടെ മുമ്പിൽ ആഗതനാക്കും. അദ്ദേഹം വന്നു, മഹാരാജ പ്രണാമം, അദ്ദേഹത്തിന് ഇരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ രാജാവ് ചോദിച്ചു, എന്താണ് അങ്ങ് വീണ്ടും നമ്മെ മുഖം കാണിക്കാൻ വേണ്ടി വന്നത്? മഹാരാജൻ, മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു, അതുകൊണ്ട് അങ്ങ് തരാമെന്ന് പറഞ്ഞ സഹായം. ഓഹോ, എന്ത് സഹായമാണ് അങ്ങേക്ക് വേണ്ടത്? എന്ത് ചോദിച്ചാലും തരുമെന്നല്ലേ അങ്ങ് പറഞ്ഞത്? അതെ, എന്ത് ചോദിച്ചാലും തരുമെന്നാണ് നാം പറഞ്ഞത്. അങ്ങ് ചോദിച്ചോളൂ, എന്ത് ചോദിച്ചാലും നാം തന്നിരിക്കും. ഇനി ഈ വൃദ്ധബ്രാഹ്മണന്റെ ഭാവം അങ്ങ് മാറി. അപ്പൊ നമ്മൾ വാമനനെ ഒന്ന് വിചാരിച്ചാൽ മതി. നേരെ കൊണ്ട് എഴുന്നേറ്റു. പിന്നെ അദ്ദേഹം പറഞ്ഞു, എങ്കിൽ അങ്ങയുടെ രാജ്യം മുഴുവൻ നമുക്കിപ്പോൾ കിട്ടണം. അങ്ങയുടെ രാജ്യം മുഴുവൻ, ചെങ്കോലും കിരീടവും സിംഹാസനമടക്കമുള്ള സകല സ്വത്തുക്കളും നമുക്കിപ്പോൾ കിട്ടണം. രാജാവ് ഞെട്ടി. രാജാവ് ഉയർക്കാൻ തുടങ്ങി. സ്ഥലകാലബോധം പോയി. രാജാവ് എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ബ്രാഹ്മണൻ അഥവാ വിശ്വാമിത്ര മഹർഷി പെട്ടെന്ന് പറഞ്ഞു, അങ്ങ് തരില്ലല്ലേ? അങ്ങയെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അങ്ങക്ക് തരാൻ കഴിയില്ലല്ലേ? എങ്കിൽ നാം ഇതാ പോകുന്നു. അരുത്, പോകരുത്. പെട്ടെന്ന് ഓർമ്മ വന്നു. അദ്ദേഹം തലകാലബോധം വീണ്ടും കിട്ടി. അരുത്, അങ്ങ് പോകരുത്. ഇതാ നാം വാക്ക് പാലിക്കുന്നു. നമ്മുടെ രാജ്യം മുഴുവൻ, ചെങ്കോലും കിരീടവും സിംഹാസനമടക്കമുള്ള സകല സ്വത്തുക്കളും ഇതാ നാം അങ്ങേക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആ വൃദ്ധബ്രാഹ്മണൻ മെല്ലെ ചിരിക്കുകയാണ്. എന്താണ് അങ്ങ് ചിരിക്കുന്നത്? എന്താണെന്നോ അങ്ങേക്കറിയില്ലേ? ഇത് ഭാരതമാണ്. അതുകൊണ്ട് ഈ ഭാരതത്തിൽ ചില ആചാരാനുഷ്ഠാനങ്ങളും വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അങ്ങേക്കറിയോ?
ഒരു ദാനം നിർവഹിക്കണമെങ്കിൽ അതിനു മുമ്പ് ദക്ഷിണ വെക്കണം. അങ്ങ് ദക്ഷിണ വെച്ചോ? ഇനി ദക്ഷിണ വെക്കാൻ അങ്ങയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? മുഴുവൻ നമുക്ക് തന്നില്ലേ? 2.5 ഹാരം സ്വർണം, വളരെ വലിയൊരു അളവാണ്. ഇത്രയും വലിയ സമ്പത്ത് ദാനം ചെയ്യുമ്പോൾ അദ്ദേഹം 2.5 ഹാരം സ്വർണം ദക്ഷിണ വെക്കണമായിരുന്നു. ഇനി ദക്ഷിണ വെക്കാൻ അങ്ങയുടെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് അങ്ങ് നൽകിയത് ദാനമല്ല. അതുകൊണ്ട് അങ്ങ് ഇന്നോളം കെട്ടിപ്പൊക്കിയിട്ടുള്ള കീർത്തികൾ മുഴുവൻ ഇതാ ഹരുത്. അങ്ങനെ പറയരുത്. നമുക്കൊരു മാസത്തെ അവധി തരണം. ഒരു മാസത്തെ അവധി തന്നാൽ നാം ദക്ഷിണ വെച്ചോളാം. ഒരു മാസമല്ല, ഒരു വർഷത്തെ അവധി കൊടുത്താലും ഇനി രാജാവിന് ഇത്രയും സ്വർണമുണ്ടാക്കി ദക്ഷിണ വെക്കാൻ സാധ്യമല്ല, കഴിയില്ല എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആ ബ്രാഹ്മണൻ അഥവാ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ശരി, താങ്കൾക്ക് ഒരു മാസത്തെ അവധി അനുവദിച്ചിരിക്കുന്നു. ഒരു മാസം കഴിയുമ്പോൾ നാം വരും. അപ്പോൾ ദക്ഷിണ വെച്ചിട്ടില്ലെങ്കിൽ അങ്ങിന്നോളം വളർത്തിയെടുത്ത സകലമായ കീർത്തിയും അസ്തമിച്ചിരിക്കും. നാം സമ്മതിച്ചിരിക്കുന്നു. ആ ബ്രാഹ്മണൻ പോയി ആ വിവരം കൊട്ടാരത്തിന്റെ അകത്തെറിഞ്ഞു. അന്തഃപുരത്തിൽ നിന്ന് രാജ്ഞി ചന്ദ്രമതി അതാ അഴിച്ചിട്ട മുടിയുമായി വേവലാതിയോടുകൂടി പാഞ്ഞ് രാജസന്നിധിയിലേക്ക് വന്നു. മഹാരാജൻ, അങ്ങക്ക് എന്തു പറ്റി? രാജാവ് ആകെ വിയർത്ത് അങ്ങോട്ട് കൂടി നടക്കാൻ. അങ്ങക്ക് എന്തു പറ്റി? ഭവതി അറിഞ്ഞില്ലേ? നമുക്ക് വാക്ക് വലിക്കാൻ കഴിഞ്ഞില്ല, അതാണ് നമ്മുടെ വേദന. അതിന് അങ്ങിങ്ങനെ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടുപിടിക്കാം. ഭവതിക്ക് എന്തെങ്കിലും ഒരു വഴി പറയാനുണ്ടോ? നാം ആലോചിക്കട്ടെ. രണ്ടുപേരും ആലോചിച്ചു. അവസാനം ആ രാജ്ഞി പറഞ്ഞു, അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം സ്വന്തം ജീവനേക്കാളും മറ്റെന്തിനേക്കാളും വലുത് സത്യസന്ധതയാണ്, വാക്കുപാലിക്കലാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നാം ഒരു വഴി പറയാൻ പോവുകയാണ്. അങ്ങ് അരുതെന്ന് പറയരുത്. ഭവതി പറയൂ. അങ്ങൊരു കാര്യം ചെയ്യണം. നമ്മയും മകനെയും കൊണ്ടുപോയി വിൽക്കണം. 12 വയസ്സ് പ്രായമുള്ള ലോഹിദാസ് എന്ന് പറഞ്ഞൊരു മകനുണ്ട് അവർക്ക്. നമ്മയും മകനെയും കൊണ്ട് വിറ്റിട്ട് ആ കിട്ടുന്ന പണം കൊണ്ട് ദക്ഷിണ വെച്ച് അങ്ങ് വാക്ക് പാലിക്കണം. അതാണ് നമ്മുടെ അപേക്ഷ. അത് ഒരുപാട് ആലോചിച്ചു. അന്ന് മനുഷ്യനെ വിറ്റ പണം കിട്ടും. അടിമക്കച്ചവടമുള്ള കാലമാണ്. അപ്പൊ രാജാവ് ഒരുപാട് ആലോചിച്ചു. തന്റെ ഏറ്റവും പ്രിയങ്കരിയായ സ്നേഹനിധിയായ ഭാര്യ, സ്നേഹസമ്പന്നനായ വത്സലപുത്രൻ എങ്ങനെ വിൽക്കും? പക്ഷേ സത്യസന്ധതയാണ്, വാക്കാണ് അതിനേക്കാളും പ്രധാനമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള മഹാരാജാവ് അവസാനം മനസ്സില്ലാ മനസ്സോടെ രണ്ടുപേരെയും കൂട്ടി കാശി പട്ടണത്തിലേക്ക് പോയി. ആ കാശി പട്ടണത്തിൽ ഇങ്ങനെ കച്ചവടമൊക്കെ നടക്കുന്ന സ്ഥലത്ത് പോയി വിളിച്ചു പറഞ്ഞതാ, ഈ സ്ത്രീയെയും കുഞ്ഞിനെയും നാം വിൽക്കുകയാണ്. പലരും വന്നു, പലരും വില പറഞ്ഞു. അവസാനം നേരത്തെ കണ്ടതുപോലെ ഒരു വൃദ്ധബ്രാഹ്മണൻ വന്നു. അദ്ദേഹം ഈ രണ്ടുപേർക്കും വില പറഞ്ഞു. ആ വില അദ്ദേഹത്തിന് ബോധ്യമായി. അവരെ രണ്ടുപേരും വിറ്റു. ഈ പണം ദക്ഷിണയ്ക്ക് തികഞ്ഞില്ല. അപ്പോൾ ചന്ദ്രമതിയെ വിറ്റു, കുട്ടിയെയും. അവരെ കൂട്ടി പോവുകയാണ് വൃദ്ധബ്രാഹ്മണൻ. എങ്ങോട്ടാ പോകുന്നറിയാമോ? അദ്ദേഹത്തിന്റെ വീട്ടിൽ അടുക്കള പണിക്ക് പോകുന്നത്. ആരാന്നറിയാമോ? ഈ 14 ലോകങ്ങളും പ്രശസ്തി നേടിയ രാജ്യത്തിന്റെ പട്ടമകശി, നിരവധി തോഴിമാർ വട്ടത്തിൽ നിന്ന് വെഞ്ചാമരത്തിൽ പനിനീർ മുക്കി വീശി ഉറക്കിയിരുന്ന രാജകീയ സൗഭാഗ്യങ്ങളുടെ നടുവിൽ നിന്ന് അടുക്കള പണിക്ക്, ഭാര്യാധർമ്മം നിറവേറ്റാൻ വേണ്ടി അടുക്കള പണിക്ക് പോകുന്ന ചന്ദ്രമതിയുടെ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണുനീർ പോലും പൊടിഞ്ഞിട്ടില്ല. തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടി കടന്നു പോകുന്ന ഇത്രയ്ക്ക് ശ്രേഷ്ഠയായിട്ടുള്ള മാതാക്കന്മാരെ കാണാൻ നമ്മുടെ പുരാണത്തിലേ കഴിയൂ. അങ്ങനെ അവർ കടന്നുപോയി. അതിനുശേഷം രാജാവിടുന്ന് വിളിച്ചു പറഞ്ഞതാ, നാം നമ്മെ വിൽക്കുകയാണ്. അതേവിടുന്ന് വിളിച്ചു പറഞ്ഞ അവസാനം ഒരു രാജാവ് വന്ന് ഹരിചന്ദ്രനെ വിലയ്ക്ക് വാങ്ങി. ഹരിചന്ദ്രനെ വിലയ്ക്ക് വാങ്ങി. പണം തികഞ്ഞു, ദക്ഷിണ കൊടുത്തയച്ചു, വാക്ക് പാലിച്ചു. പക്ഷെ ഹരിചന്ദ്രൻ രാജ്യം പോയി, മകൻ പോയി, ഭാര്യ പോയി, സ്വയം വിറ്റ് അടിമയായി. എങ്ങോട്ടാ പോയത്? ഈ വിലയ്ക്ക് വാങ്ങിയ രാജാവിന്റെ ചുടലയ്ക്ക് കാവൽ നിൽക്കാനാണ്. ചുടലയ്ക്ക് കാവൽ നിൽക്കാൻ പോവാണ്. ഇത് മനോഹരമായി തിക്കുറിശി സുകുമാരൻ നായർ, സിനിമയുടെ പേര് ഹരിചന്ദ്രൻ തന്നെ ആയിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും. ആത്മവിദ്യാലയമേ കണ്ടിട്ടുണ്ടോ? അവനിയിൽ ആത്മവിദ്യാലയമേ കേട്ടില്ലേ? അത് മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ എന്നൊക്കെ പറഞ്ഞ കേട്ടില്ലേ? ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വിലപിടിയാത്തൊരു തലയോടായി എന്നൊക്കെ പറയും. ഹൃദയസ്പർശിയായി പാട്ടൊക്കെയുള്ള ആ മനോഹരമായ സിനിമ കണ്ടിട്ടുണ്ടോ? ഇതാണ് അതിന്റെ കഥ. അങ്ങനെ ഹരിചന്ദ്രനോട് പോയി ഈ ചുടലയിൽ കാവലാണ്. എന്താ പണി? രാവും പകലും കാവൽ നിൽക്കണം. ആരുടെയെങ്കിലും മൃതദേഹങ്ങൾ ദഹിപ്പിക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ വിറകൊക്കെ ഒരുക്കി കൊടുത്ത് അവരോട് ഒരു ഫീസ് വാങ്ങണം. 10 പൈസയാണെന്ന് വിചാരിച്ചു. അന്ന് തൊട്ട് ചുടലയുടെ രാജാവിന് ഉടമയ്ക്ക് കൃത്യമായി 10 പൈസ വെച്ച് കിട്ടി. ഒരു കള്ളത്തരം നടന്നിട്ടില്ല. അങ്ങനെ പൈസ വാങ്ങി ഇത് ചെയ്തു കൊടുക്കലാണ് അദ്ദേഹത്തിന് ജോലി. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നത്? അങ്ങനെ സാംബശിവനൊക്കെ പാടുന്ന പോലെ കാലങ്ങൾ അങ്ങനെ കടന്നുപോയി. ഇങ്ങനെ വേനലും മഞ്ഞും മഴയുമായി കാലം പതുക്കെ കടന്നുപോയി. അങ്ങനെ വെയിലും മഴയും മഞ്ഞുമെല്ലാം കൊണ്ട് കാവൽക്കാരനായി നിന്ന് ചുടലയിൽ നിന്ന് അദ്ദേഹം വെയിലും മഴയും ഏറ്റ് താടിയും മുടിയും നീണ്ട് എല്ലും തോലും ഒക്കെ വായി കണ്ണുകൾ കുഴിഞ്ഞ് ആര് കണ്ടാലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അദ്ദേഹം ആകെ മാറിപ്പോയി. നമ്മുടെ നാടൻ ഭാഷയിൽ കോലം കെട്ടുപോയി.
ചന്ദ്രമതി അതുപോലെ തന്നെ അടുപ്പിൽ വിറകെല്ലാം വെച്ച് ഊതി കത്തിച്ച് പാത്രങ്ങളെല്ലാം കഴുകി ഭക്ഷണമൊക്കെ ഒരുക്കി പണിയെല്ലാം എടുത്ത് അവരും തിളക്കം നഷ്ടപ്പെട്ട് രാജ്ഞിയുടെ പ്രൗഢിയൊക്കെ പോയി അവരാരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ആകമാനം മെലിഞ്ഞെല്ലും തോലുമായി മാറിപ്പോയി. പക്ഷേ ഹരിചന്ദ്രൻ ചുടലയിൽ എത്തിയപ്പോഴും സത്യസന്ധതയിൽ തിളക്കം പത്തരമാറ്റായി നിൽക്കുകയാണ്. അപ്പൊ പിന്നെയും ദേവേന്ദ്രൻ വിളിച്ചു വിശ്വാസമാശി, അലോ മഹർഷി ശ്രേഷ്ഠ, അങ്ങൊരു വാക്ക് പാലിക്കാൻ ആക്കിയിട്ടല്ലോ, അങ്ങ് പറഞ്ഞില്ലായിരുന്നോ ഹരിചന്ദ്ര മഹാരാജാവിനെ തോൽപ്പിച്ചിട്ട് കീർത്തി വാങ്ങി തരാമെന്ന്? വാങ്ങി തന്നോ? എന്ത് ചെയ്യും? അപ്പൊ പറഞ്ഞു, ഞാൻ തോറ്റിട്ടൊന്നുമില്ല, ഒരു പരീക്ഷണം കൂടെ നടത്തി ഹരിചന്ദ്ര മഹാരാജനെ ഞാൻ തോൽപ്പിച്ച് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. കുതിരട്ടപ്പ പറഞ്ഞു ഓർമ്മണ്ട, ഇപ്പൊ ശരിയാക്കി തരാമെന്ന്. അത് തന്നെ. ഓ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇന്നോട് നോക്കാതെ അങ്ങനെയാണ്. അങ്ങനെ ഒരു ദിവസം വീണ്ടും ഈ വിശ്വാമിത്ര മഹർഷി പരീക്ഷണത്തിന് വരുന്നതാണ് അടുത്ത രംഗം. അപ്പൊ അദ്ദേഹം വന്നു. അപ്പൊ വരുന്ന സമയത്ത് പരീക്ഷണത്തിന്റെ രംഗത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. ഒരു ദിവസം വൈകുന്നേരം ചന്ദ്രമതിയും മകൻ രോഹിതാശ്വനും കൂടി വിറക് പെറുക്കി പറമ്പിൽ കൂടെ നടക്കാണ്. പറമ്പിൽ കൂടി നടന്ന് കുറേ ദൂരം അങ്ങനെ വെറുക്കെല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ ചന്ദ്രമതി നോക്കുമ്പോൾ മോനെ കാണുന്നില്ല. അയ്യോ, എന്റെ ലോഹിയെ കണ്ടോ, എന്റെ ലോഹിയെ കണ്ടോ, എന്റെ ലോഹിയെ, മോനെ ലോഹി, എന്റെ കുഞ്ഞവിടെ, അയ്യോ എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ, എന്റെ കുഞ്ഞിനെ കണ്ടോ? ഓടി നടന്നു, അവിടെ എല്ലാം തെരഞ്ഞു. അവസാനം അതാ കിടക്കുന്ന കുട്ടി, ആ കുറ്റിക്കാട്ടിൽ മകൻ കിടക്കാണ്. ഓടിച്ചത് നോക്കി നീല നിറമായി കിടക്കാണ്, പാമ്പ് കടിയേറ്റ് മരിച്ചു കിടക്കാണ് ആ പുത്രൻ. ആ അമ്മ പൊട്ടിക്കരഞ്ഞു പോയി, ഭഗവാനെ ഇതെന്തൊരു വിധിയാണ്, ഈ കുഞ്ഞിനെ പോലും നീ എനിക്ക് ബാക്കി വെച്ചില്ലല്ലോ ഈശ്വര. ഒരുപാട് കരഞ്ഞു. ആ കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ച് കരഞ്ഞ് അവസാനം എഴുന്നേറ്റ് മെല്ലെ നടന്ന് ആ വേലയ്ക്ക് ഇരിക്കുന്ന വീട്ടിലെത്തിയിട്ട് ആ വീട്ടുടമയോട് പറഞ്ഞു, എന്റെ കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചുപോയോ? അത് നാം എന്ത് വേണം? ചുടലയിൽ കൊടുക്കാൻ വേണ്ടി ഒരു 10 പൈസ വേണം, അത് ചോദിക്കാൻ വേണ്ടി വന്നാ. ഇവിടെ പൈസ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞു. ആട്ടി പുറത്താക്കി. ആ അമ്മ കുഞ്ഞിന് ജടമെടുത്തുകൊണ്ട് മെല്ലെ നടന്ന് ചുടലയിലെത്തി. ചുടലയുടെ മുന്നിൽ ചെന്ന് കാവൽക്കാരനെ കണ്ട് അനുവാദം ചോദിച്ചാൽ പൈസ കൊടുക്കണമെന്ന് അവർക്കറിയാം. കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് അവര് ചുടലയുടെ പിന്നിലൂടെ ശബ്ദം ഉണ്ടാക്കാതെ ചെന്ന് അകത്ത് കയറി കുട്ടിനോടെ കിടത്തി. കുട്ടിനോടെ കിടത്തിയ ശേഷം കത്തുന്ന ചിതയിൽ നിന്ന് തീക്കൊള്ളികൾ എടുത്ത് ഒരു ചിതയൊരുക്കുകയാണ്. പെട്ടെന്ന് ശബ്ദം കേട്ട് ഒരാൾ ചോദിച്ചു, ആരെവിടെ? എന്റെ അനുവാദമില്ലാതെ ചുടലയിൽ പ്രവേശിച്ചത് ആരാണ്? അവർ കേട്ട് ഞെട്ടിപ്പോയി. കൈകൾ കൂപ്പി വിറച്ച് ആ അമ്മ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാനൊരു അബലയായ സ്ത്രീയാണ്. നിങ്ങളൊരു അബലയായ സ്ത്രീയാണെങ്കിൽ ചുടലയിൽ എന്തിനു പ്രവേശിച്ചു? എന്റെ കുഞ്ഞ് മരിച്ചുപോയി, ആ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട്, കുഞ്ഞിനെ ദഹിപ്പിക്കണമെങ്കിൽ എന്റെ അനുവാദം വാങ്ങണ്ടേ? ഇവിടെ ഫീസ് കെട്ടി വെക്കണ്ടേ? എന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാ. ഞാനൊരു സാധു സ്ത്രീയാണ്, അതുകൊണ്ടാണ് ഞാൻ അനുവാദം ചോദിക്കാത്തത്. സാധ്യമല്ല, ഇവിടെ പൈസ കെട്ടിവെക്കാതെ ഫീസ് അടയ്ക്കാതെ ദഹിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ പറയരുത്. ഒരു നിവൃത്തിയില്ലാത്തൊരമ്മയാണ് ഞാൻ. എന്നെ സഹായിക്കണം, എന്റെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ സമ്മതിക്കണം. സാധ്യമല്ല. എന്നെ ഈ ജോലി ഏൽപ്പിച്ച രാജാവിനോട് കള്ളം പറയാൻ നിവൃത്തിയില്ല. 10 ശവദാഹങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 50 എന്ന് പറയണ്ടേ? ഒരെണ്ണം ഞാൻ മറച്ചു വെക്കണ്ടേ? കള്ളം പറയാൻ സാധ്യമല്ലാത്തത് കൊണ്ട് മാത്രം. നിങ്ങളുടെ കയ്യിൽ പണമില്ലെന്നറിയാമായിരുന്നിട്ടും ഞാൻ സമ്മതിക്കില്ലെന്ന സത്യസന്ധതയ്ക്ക് മുമ്പിൽ സാക്ഷ്യം പിടിച്ചു നിൽക്കുകയാണ് ആ കാവൽക്കാരൻ. ആ അമ്മ എല്ലാം തകർന്ന് പൊട്ടിക്കരഞ്ഞു പോയി. എൻ ജീവിതാശയുടെ അന്തിമവായു വീശി കത്തിച്ചതാണു ചിതയൻ മകനെ ചുടാരായി രക്ഷിക്കണം കരുണ ചെയ്തൊരു വസ്തു അങ്ങേക്കർപ്പിക്കുവതിലെല്ലുടെ കയ്യിലില്ല. എന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസമൂതി കത്തിച്ചതാണ് ചിത. ഈ കുഞ്ഞ് ദഹിപ്പിക്കാൻ അങ്ങ് അനുവദിച്ചേ മതിയാകൂ എന്ന് പൊട്ടിക്കരഞ്ഞു നിൽക്കുന്ന ആ മാതാവ്, ആ രാജാവ് ദയനീയമായി കാവൽക്കാരൻ സൂക്ഷിച്ചു നോക്കി. എങ്കിൽ നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി ഇങ്ങോട്ട് അഴിച്ചു തന്നോളൂ. എന്താണ് എന്റെ താലിയോ? എന്താണ് നിങ്ങളുടെ താലി ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? എന്താണ് കാരണമോ? എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവിനല്ലാതെ മറ്റവർക്കും എന്റെ താലി കാണാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അങ്ങ് ആരാണ്? നീ ചന്ദ്രമതിയാണോ? അതെ, ഞാൻ നിന്റെ ഹരിചന്ദ്രനല്ലേ. അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞു. സന്തോഷാസ്ത്രങ്ങൾ വഴി ചാലിംഗനബദ്ധരായി നിൽക്കുകയാണ്. ആ സ്റ്റേജിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഈ 7-14 ലോകങ്ങളും നഷ്ടപ്പെട്ട, അറിയപ്പെടുന്ന രാജ്യം നഷ്ടപ്പെട്ടപ്പോഴും, ചെങ്കോലും കിരീടമടക്കം സകലതും നൽകേണ്ടി വന്നപ്പോഴും, ഏറ്റവും പ്രിയങ്കരിയായ ഭാര്യയും മകനെ ഉപേക്ഷിക്കേണ്ടി വന്നപ്പോഴും, ഏറ്റവും ഒടുവിൽ സാധു സ്ത്രീയുടെ കുഞ്ഞിനെ ദഹിപ്പിക്കാൻ 10 പൈസയ്ക്ക് പോലും വിട്ടുവീഴ്ചയില്ലാതെ സത്യസന്ധതയിൽ ഉറച്ചു നിന്ന ഹരിചന്ദ്ര മഹാരാജാവിന്റെ സത്യനിഷ്ഠയ്ക്ക് മുമ്പിൽ സകല പരീക്ഷണങ്ങളും അമ്പേ പരാജയപ്പെട്ടു. ദൈവമാണ് പ്രത്യക്ഷപ്പെട്ടു. ആ മകന് പുനർജന്മം നൽകി, രാജ്യവും സകല സ്വത്തുക്കളും തിരിച്ചു നൽകി. എന്നിട്ട് ദൈവം അനുഗ്രഹിച്ചു, ഹരിചന്ദ്ര, നിന്റെ നാമം ആചന്ദ്രതാരം നിലനിൽക്കും.
ഈ പ്രപഞ്ചമുള്ളിടത്തോളം കാലം ഹരിശ്ചന്ദ്ര മഹാരാജാവിനെ ആരും മറക്കില്ലെന്ന് അനുഗ്രഹം കൊടുത്ത് ദൈവം അവിടുന്ന് മറഞ്ഞു പോകുന്ന സ്റ്റേജിൽ കർട്ടൻ സാവധാനം വീഴുന്നു. ആ 2.5 മണിക്കൂർ നീണ്ട നാടകം കണ്ടുകൊണ്ടിരുന്ന 2000-ഓളം പേരുള്ള ഭക്തജനങ്ങളുടെ കണ്ണുകളിൽ നിന്ന് നിരവധി തവണ ചൂട് കണ്ണുനീർ തുള്ളികൾ താഴെ വീണു. നമ്മളവിടെ ഒരു കുട്ടീനെ ഇരുത്തി ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മുന്നിൽ ഇരിക്കുന്നത് മറന്നുപോയോ? ഒരു കുട്ടിയോട് ഇരിപ്പില്ലായിരുന്നു നാടകം കാണുമെന്ന്. ആ കുട്ടി പോയോ? എഴുന്നേറ്റ് പോയോ? ആരാ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരാ? മോഹൻദാസ്. ഇവര് പറഞ്ഞുപോയി, കഥയിൽ ലയിച്ചു വിട്ട. അപ്പൊ മോഹൻദാസ് ഇവിടെ ഇരിപ്പില്ലേ? 12 നിങ്ങൾ കണ്ടോ? ഇതവിടെ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ വന്ന് നോക്കിക്കോളി. ഓരോരുത്തരുടെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണു നിറഞ്ഞത് മാത്രം സംഭവിച്ചെങ്കിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന 12-കാരന്റെ കണ്ണുകളിൽ നിന്ന് ചൂട് കണ്ണുനീർ തുള്ളികൾ താഴെ വീഴുക മാത്രമല്ല ചെയ്തത്, ആ 2.5 മണിക്കൂർ നീണ്ട നാടകത്തിനിടയിൽ ആ കുട്ടിയെ തീരുമാനമെടുത്തു, ഇനി എന്റെ ജീവിതത്തിൽ എത്ര കാലം ബാക്കിയുണ്ടോ ആ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കള്ളം പറയില്ല, സത്യവും ധർമ്മവും വിട്ട് ഇനി എനിക്കൊരു ജീവിതമില്ലെന്ന്. ആ നാടകം കാണുമ്പോൾ ആ ക്ഷേത്രമുറ്റത്ത് വെച്ചെടുത്ത തീരുമാനം 1948 ജനുവരി 30-ന് അദ്ദേഹം സ്വർഗത്തിലേക്ക് പോകുന്നത് വരെ കൈപ്പിടിയിൽ നിന്ന് ചോർന്നു പോകാതെ സൂക്ഷിച്ചപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെ സാധാരണ കുട്ടികളെ പോലെ ജീവിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ മഹാത്മാവായി മാറി. ശരിയോ തെറ്റോ? ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പുരാണ ഇതിഹാസങ്ങളിലെ കഥകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാത്തത്? ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. അവിടെ നിൽക്കാം. പറഞ്ഞോളി. സമ്മതിച്ച? ഇവര് മിണ്ടുന്നില്ല, നിങ്ങൾ മിണ്ടിയോ? സത്യല്ലേ? അപ്പൊ നമ്മള് അത്ര ചില്ലറക്കാരൊന്നും അല്ലല്ലോ. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഞെളിഞ്ഞിരുന്നൂടെ? അഹങ്കാരം കൊണ്ടല്ല കേട്ടോ, അഭിമാനത്തോടെ ഇരുന്നൂടെ? അപ്പൊ നമ്മുടെ സനാതനധർമ്മം അത്ര കുഴപ്പം പിടിച്ചതാണോ? ആണോ? നല്ലതാ. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് സത്സംഗം. ഇതൊരു സത്സംഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ആണോ? അപ്പൊ ക്ഷേത്രത്തിൽ ആധ്യാത്മിക പ്രഭാഷണം വെച്ചാൽ മോശമൊന്നുമില്ലല്ലോ. അതിന് ഗുണം കിട്ടൂലേ? കുട്ടി കുട്ടികളൂടെ? ശരിയാണോ? അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതുപോലെ എന്താ സമയത്തെ കുറിച്ച് ചോദിച്ചില്ല. സമയത്രയും നിങ്ങൾ നോക്കിയോ? 12 1 മണി വരെയെന്നാ പറഞ്ഞല്ലേ? അപ്പൊ ഇനി 9 മിനിറ്റ് ഉണ്ട്. 1 മണിയാകുമ്പോൾ പറയോ? എന്നാ ശരി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് സമ്മതിച്ചല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഞാനിപ്പോ എന്താ പറഞ്ഞത് നിങ്ങൾ ഓർമ്മയുണ്ടോ? നമ്മുടെ വേദത്തിലുള്ള അടിസ്ഥാനമായ മൂല്യങ്ങൾ മനുഷ്യർക്ക് പഠിക്കാൻ, ജീവിതത്തിൽ പകർത്താനോട്ടോ, കേട്ടിട്ട് വീട്ടിൽ പോയി കുത്തിരിക്കാനല്ല. ഇനി മേലിൽ സത്യം മാത്രമേ പറയുള്ളൂ. ടീച്ചറെ ഞാൻ അന്വേഷിക്കും, ടീച്ചർ സത്യം പറയുന്നുണ്ടോ ഒന്ന് പറയണം കേട്ടോ. ചെത്തുകടയിലാണോ വീട്? ഇവിടെ തന്നെയാണോ വീട്? ആ സത്യല്ലേ ടീച്ചറെ? ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഗാന്ധി പാലിച്ചിരുന്നോ ഇല്ലയോ എന്നാ അതൊന്ന് പറഞ്ഞേ. സുഹൃത്തുക്കളെ, ഗാന്ധി ജീവിതാവസാനം വരെ സത്യം പാലിച്ചോ ഇല്ലയോ? കെറ്റിൽ എന്ന വാക്ക് നിങ്ങൾക്കറിയോ? എന്തായിരുന്നു? സ്കൂളിൽ കേട്ടെഴുതിട്ടപ്പോ ഓർമ്മയില്ലേ? ഓൾ സ്റ്റാൻഡപ്പ് ഫേസ് ടു ഫേസ് പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ഡിക്റ്റേഷൻ അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? ഇപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അല്ലേ? എന്നിട്ട് കോപ്പി അടിക്കാൻ ഇൻസ്പെക്ടർ വന്ന സമയത്ത് 10 വാക്കവരെ ഇട്ട് കൊടുത്തു. ഗാന്ധിന്റെ ഒരു വാക്ക് തെറ്റിപ്പോയി. അപ്പൊ അടുത്ത് നിൽക്കുന്നവരെ നോക്കി എഴുതടാന്ന് പറഞ്ഞപ്പോ മനസ്സിലെ ഭാഷ എന്ന് ഗാന്ധി മനസ്സിൽ പറഞ്ഞു. ശരിയല്ലേ? സത്യം കൈപിടിച്ചോ? അല്ലേ? അതാണ്. അപ്പൊ എത്ര ഉത്കൃഷ്ടമായ മൂല്യങ്ങൾ. അപ്പൊ വേദത്തിലെ മൂല്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വേദവ്യാസ മഹർഷിക്ക് കഷ്ടപ്പെട്ട് എഴുതിയത്. നിങ്ങൾക്ക് മനസ്സിലായോ? പിന്നെന്താ വായിക്കാത്തതാ ഞാൻ ചോദിച്ചത്? അല്ല പിന്നെ ഇനി തൊട്ട് വായിക്കോ? ഉറപ്പാണോ? കുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കോ? അപ്പൊ ഇവിടെ കുട്ടിയെ ക്ലാസ് വെക്കുവോ? ഇല്ലേ? ഞായറാഴ്ചയാണ് ഇത് രവിവാര പാഠശാല എന്നൊക്കെ പറയും. ഈ ടീച്ചറൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അത് ഇവിടെ ഉണ്ടോ? ക്ലാസ് ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇവരൊക്കെ വഴക്ക് പറയാൻ പോവാ. ഞാൻ ചുമ്മാ കേട്ടോ. നല്ലതാ, മക്കൾ അല്ലേ? മക്കളൊക്കെ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഈ കഥകൾ കേട്ടോ നന്നാവൂലേ സുഹൃത്തുക്കളെ? ഇനി നമുക്ക് 9 മിനിറ്റ് 8 മിനിറ്റ് കൊണ്ട് ചുരുക്കാണ്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇനി ഒരു ചെറിയൊരു പോയിന്റും കൂടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സുഹൃത്തുക്കളെ. ഇത് കലിയുഗമാണെന്നാണ് ഈ ടീച്ചർ പറഞ്ഞത്. നിങ്ങളോ? ഇതായിരിക്കും ടീച്ചറും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹലോ, കലിയുഗമല്ലേ? എത്ര യുഗങ്ങളുണ്ട്? മറന്നുപോയത് ചോദിക്കുമ്പോൾ പറഞ്ഞു തരൂല്ലേ? ഇവരെന്താ ആൾക്കാരാ? 4 അല്ലേ? അതിൽ ആദ്യത്തെ യുഗം ഏതാ? ഏതാണ്? കുട്ടിക്കല്ല അറിയാം. കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം അല്ലേ? ആണോ? സമയം ഞാൻ സ്പീഡ് കൂട്ടി പറയാം. കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം. കൃത എന്ന് പറഞ്ഞാൽ 4 ആണ്. 4. അപ്പൊ 4 അവതാരങ്ങളുണ്ട് ഭഗവാന്റെ. നമ്മുടെ ഭഗവാന്റെ 4 അവതാരങ്ങളല്ലേ? വിഷ്ണു ഭഗവാന്റെ 4 അവതാരങ്ങൾ. ആദ്യത്തെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. ഞാൻ ചോദ്യം ചോദിച്ചു പറയണമെന്ന് ആഗ്രഹിച്ചൊന്നും സമയമില്ല. 4 അവതാരം എല്ലാവർക്കും അറിയാലോ.
അത് കഴിഞ്ഞാൽ പിന്നെ ത്രേതായുഗമല്ലേ? ആണോ? അപ്പൊ 3 അല്ലേ? ആ 3 അവതാരങ്ങളെന്ന് പറയാമോ? ഈ നരസിംഹം കഴിഞ്ഞാൽ നമ്മുടെ ഭഗവാൻ കഴിഞ്ഞാൽ പിന്നെ ആരാ വന്നത്? വാമനൻ അല്ലേ? പിന്നെയോ മഴയൊക്കെ എടുത്ത ഒരാൾ വന്നായിരുന്നല്ലോ. പരശുരാമൻ. പിന്നെ ആരാ? സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ഭഗവാൻ. ഓക്കെ അല്ലേ? ദ്വാപരയുഗം 2. ആരൊക്കെയാ? 2 പേര്, 2 അവതാരങ്ങളാ. ആരൊക്കെയാ? കുളു വേണോ? കാണുന്നുണ്ടോ? പിന്നെ ആ കൂട്ടത്തിൽ ഒരാളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ബലരാമൻ. ഓക്കെ അല്ലേ? ഇനി ഒരാൾ വരുന്നുണ്ട്, സൂക്ഷിച്ചോ, ഈ യുഗത്തില്. അപ്പോ വേദവ്യാസ മഹർഷിയെ പോലുള്ള ഋഷീശ്വരന്മാർ ഈ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും എഴുതുന്ന ആർക്കാന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇല്ലേ? കലിയുഗത്തിൽ ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കുവാ. അതായത് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്കാ. മനസ്സിലായോ? ഇല്ലേ? ഭാഗവതത്തിന്റെ 12-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്, ഈ കലിയുഗമായി കഴിഞ്ഞാൽ നമ്മൾ ചെത്തുകടവുകാരും കള്ളന്തോടുകാരും ഒക്കെ കുഴപ്പക്കാരാവുന്നു. ശരിയല്ലേ? ശരിയാണോ? ഒക്കെ തലതിരിഞ്ഞു പോകുന്ന പറഞ്ഞത് നേരാണോ? അന്ന് സത്യമായിരുന്നതൊക്കെ ഇന്ന് അസത്യമാകുന്നു. എല്ലാം തലതിരിഞ്ഞ് കറങ്ങുന്നു. വീട്ടിൽ ആട്ടുകല്ലുണ്ടോ? ആട്ടുകല്ല് പണ്ടായിരുന്നു നടുക്കുള്ളത് ഇങ്ങനെ കറങ്ങായിരുന്നു. ഇപ്പൊ എന്താണ്? നടുക്കുള്ള വെറുതെ നിൽക്കാൻ മറ്റേതാ കറങ്ങുന്നത്. ഒക്കെ തലതിരിഞ്ഞു. ശരിയല്ലേ? അതുപോലെ നിങ്ങളുടെ എന്റെയൊക്കെ മനസ്സ് മുറം പോലെയാ പോലും. മുറമുണ്ടോ? വീട്ടിൽ കണ്ടിട്ടുണ്ടോ? മുതിർന്നവർ കണ്ടിട്ടുണ്ടായിരുന്നു. മുറം കണ്ടിട്ടുണ്ടോ? മുറം എന്താ ചെയ്യുന്നത്? സമയം പോയി. മുറം അരി കണ്ടോ? ഇത് കട്ടിട്ടുണ്ട് അരി. എന്താ സംഭവിച്ചത് ഇതിനകത്ത്? എന്താ മുറം പോലെ അല്ല, സോറി, അതല്ല, മുറത്തിനേക്ക് എത്തിയില്ല. തിരക്ക് കൂട്ടിയിട്ട് മുന്നിൽ ചാടിപ്പോയതാ. ഒരു വാക്ക് അപ്പുറത്തായി പോയി. മനസ്സ് പറയുന്നത്, ഇതിൽ പറയുന്നത് എന്താണെന്നറിയാമോ? ഭാഗവതത്തിൽ പറയുന്നത് ഇതാണ്, തരിപ്പ പോലെ. തരിപ്പയാട്ടോ ഉദ്ദേശിച്ചത്. തരിപ്പ അറിയാമോ? ആ തരിപ്പയിലിട്ട് അടിക്കാം കേട്ടോ, മറന്നുപോയതാ. അരി പൊടിച്ചു. അരി ഇവിടെ ഇരിക്കട്ടെ, പൊടിച്ചത് വേറെ എടുക്കാം. അരി പൊടിച്ച കണ്ടോ? ഇനി ഇതിലെന്താ ഉള്ളത്? വേറെ പറയാം, മഞ്ഞക്കുപ്പായിട്ട സഹോദര. അരിപ്പൊടി ഇട്ടു, തരിപ്പ ധരിച്ചു. ഇനി ഇതിലെന്താ ഉള്ളത്? വേണ്ടാത്തതല്ലേ ഇതിലില്ലേ? സകല മാലിന്യങ്ങളും ഉണ്ട്, നല്ലതൊക്കെ പോയി. ഇതാണ് നമ്മുടെയൊക്കെ മനസ്സൊന്ന് പരിശോധിച്ച് നോക്കി. അസൂയുള്ളവർക്ക് എഴുന്നേറ്റ് നിന്ന് നോക്കട്ടെ. എത്ര പേരുണ്ട്? 1, 2, 3. ഇവർക്കില്ല കേട്ടോ. എന്ത് സത്യസന്ധരാന്നറിയാം? ശരിയോ തെറ്റോ? ശരിയല്ലേ? കലിയുഗത്തിൽ ഞാൻ ഉദാഹരണം പറയാൻ പോകുന്നില്ല. നേരെ നിങ്ങൾക്ക് അറിയാലോ എത്ര പേരാ ദിവസം ജയിലിലേക്ക് പോകുന്നു. ചില ജയിലൊക്കെ അവിടെ പറയാൻ പറ്റൂല അല്ലേ? ഞാനൊന്നും പറയുന്നില്ല. അത് സത്യമാണെന്ന് മനസ്സിലായില്ലേ? 12-ാം സ്കന്ധത്തിൽ പറഞ്ഞ് എത്ര സത്യമാണ്. സന്യാസിമാരുടെ കൂട്ടത്തിൽ കള്ളന്മാരുണ്ടാവും, ഭരണാധികാരികളുടെ കൂട്ടത്തിലുണ്ടാവും, എല്ലാവരുടെയും കൂട്ടത്തിലുണ്ടാവും. വേറൊരു വാക്ക് ഞാൻ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായോ? ഞാൻ പറയത്തില്ല, നമുക്ക് ആകെ നടക്കേടായിരിക്കാം. പക്ഷെ ഇതാണ് കാര്യം. അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മഹർഷി പറഞ്ഞു തന്നിട്ടുണ്ട്. സത്യമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നു. അതിന് പരിഹാരം ഉണ്ട് കേട്ടോ. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ തലതിരിഞ്ഞ എല്ലാവരും ആയിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. എന്താ പറയാമോ? 1-ാമത്തെ യുഗത്തിൽ ദേവന്മാരും അസുരന്മാരും വന്നുണ്ട് അല്ലേ? ഇല്ലേ? 1-ാമത്തെ യുഗത്തിൽ, സത്യയുഗത്തിൽ ദേവന്മാരും അസുരന്മാരും 2 ഗ്രഹങ്ങളിലായിരുന്നു. കേൾക്കുന്നുണ്ടോ? അടുത്തോ? തീർന്നു. 2 ഗ്രഹങ്ങളിലായിരുന്നു. ഗ്രഹങ്ങളുടെ പേരൊക്കെ ചോദിക്കാൻ നേരമില്ല. ചോദിക്കുന്ന എന്തെന്ന് നിങ്ങൾ അറിയുന്നറിയില്ല. ചോദിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി ഓർത്തിരിക്കും. അതിനാട്ടോ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോയാൽ മറന്നു. കുറേ ഇങ്ങനെ പറയുന്നില്ലേ? അപ്പൊ ചോദ്യോത്തരം രീതിയാണ് എന്താവും? നമ്മുടെ ഇത് മുഴുവൻ പുരാണം മുഴുവൻ അങ്ങനെ ചോദ്യോത്തര അല്ലേ? ഭാഗവതമൊക്കെ ചോദ്യോത്തര എല്ലാം. അതെന്തിനാണെന്ന് അറിയാമോ? നമുക്ക് ഓർക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടാക്കാൻ വല്ല ഉദ്ദേശം എനിക്കുണ്ടോ? എന്നെ കണ്ടാങ്ങനെ തോന്നുന്നു. അപ്പം ആവട്ടോ, സത്യം. അത് എന്നെ കണ്ടാങ്ങനെ തോന്നുന്നത് നിങ്ങൾ ഇതെന്റെ കുറ്റല്ല. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇത് എന്തായാലും നമ്മൾ പറഞ്ഞത് ഈ ചോദ്യോത്തര രൂപത്തിൽ എന്തോന്ന് പറഞ്ഞു തന്നിരുന്നു. എന്തായിരുന്നു പറഞ്ഞു? ഈ യുഗങ്ങളിൽ നമ്മൾ പറഞ്ഞു. സുഹൃത്തുക്കളെ, 2 ഗ്രഹങ്ങളാട്ടോ. 2 ഗ്രഹങ്ങൾ. ഒന്ന് സ്വർഗം, ഒന്ന് നരകം. സ്വർഗത്തിൽ ആരാണ്? ദേവന്മാര്. നരകത്തിൽ ആരാണ്? അസുരന്മാര്. അത് കഴിഞ്ഞാൽ പിന്നെ ത്രേതായുഗത്തിൽ 2 രാജ്യത്താണ്. അത് ഒന്നേതായിരുന്നു ലങ്ക, പിന്നെ അയോധ്യ. ക്ലിയർ അല്ലേ? വിശദീകരിക്കണ്ടല്ലോ. അടുത്തത് ദ്വാപര യുഗത്തിൽ 2 കുടുംബമാണ്. പാണ്ഡവ കുടുംബവും കൗരവ കുടുംബത്തിൽ അസുരന്മാര്, പാണ്ഡവ കുടുംബത്തിൽ ദേവന്മാര്. ക്ലിയർ? ഏകദേശം കിട്ടിയില്ലേ? വീട് കൂടിയതുകൊണ്ട് തിരിയില്ല, സാരല്ല, വീട്ടിൽ പോയി ആലോചിച്ചാൽ മതി. പിന്നെ ഇപ്പോഴത്തെ പറയാൻ വേണ്ടി അത്ര പറഞ്ഞത്, കലിയുഗത്തിൽ ദേവന്മാരും അസുരന്മാരും നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലാണ്. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞതല്ല, ഭാഗവതത്തിലുണ്ട്. ഭഗവാൻ പറഞ്ഞു തരുന്നതാണ്. കലിയുഗത്തിൽ ഒരേ മനുഷ്യന്റെ ഉള്ളിലാണ് ആരുള്ളത്? ദേവന്മാരും അസുരന്മാരും ഉള്ളത്. അപ്പൊ എന്തിനാണ് ഭാഗവതം തന്നെന്നറിയാമോ? എന്തിനാണ് പുരാണം തന്നെന്നറിയാമോ? ഈ ഉള്ളിലുള്ള അസുരനെ നമ്മൾ പുറത്താക്കണോ അകത്ത് ഉറക്കണോ? നിങ്ങൾ പറഞ്ഞാൽ മതി. അസുരൻ ഉറങ്ങണോ മൂപ്പര് പുറത്തിയാടണോ? മൂപ്പര് പുറത്തിയാടിയാൽ കാണാമല്ലോ, നാട്ടിൽ ഇഷ്ടംപോലെ നടക്കുന്നില്ലേ? ഉണ്ടല്ലോ. പുറത്തിയാടണോ? പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില സമയത്ത് അറിയാണ്ട് പുറത്തിയാടാറുണ്ട്. അപ്പം നല്ലോണം ഉറക്കാം, മരുന്ന് കൊടുത്തിട്ട് അല്ലേ?
പിന്നെ ആരാണ് പുറത്തു വരേണ്ടത്? ദേവന്റെ സ്വഭാവമല്ലേ. ഈ കൂട്ടത്തിൽ അസുര സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ദേവന്മാരല്ലേ. ഇപ്പം രാത്രി വീട്ടിൽ ഒന്ന് നോക്കി അറിയാം. ഒരു 10 മണിയാകുമ്പോ നിന്നോട് ഞാൻ കഞ്ഞിയിൽ ഇത്ര ഉപ്പൊഴിക്കരുതെന്ന് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോഴാണ് അസുരം പുറത്തു വരുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ ഇവര് മോശമൊന്നുമല്ല കേട്ടോ. അപ്പോ ഈ ഭാഗവതം ഇതെല്ലാം പഠിപ്പിക്കുന്നതിനറിയോ? ഈ അസുരനെ ഉറക്കിയിട്ട് നമ്മൾ ദേവന്റെ സ്വഭാവം, അത് നേരത്തെ പറഞ്ഞില്ലേ, ചിന്തയിൽ കർമ്മത്തിൽ വാക്കിലും നിർമ്മലത്വം നന്മ അല്ലെ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ എപ്പോഴാണ് ചീത്ത ചിന്തിക്കുന്നത്? ഞാൻ എപ്പോഴാണ് ചീത്ത പ്രവർത്തിക്കുന്നത്? ഞാൻ എപ്പോഴാണ് ചീത്ത പറയുന്നത്? എന്റെ മനസ്സ് ചീത്തയാകുമ്പോഴല്ലേ? നല്ല മനസ്സുള്ളയാൾ നല്ലതല്ലേ ചിന്തിക്കൂ, നല്ല മനസ്സുള്ളയാൾ നല്ലതല്ലേ പറയൂ, നല്ല മനസ്സുള്ളയാൾ നല്ലതല്ലേ എന്ന് പ്രവർത്തിക്കൂ. മനസ്സിലായോ? അപ്പൊ ഏതാ നന്നാവേണ്ടത്? മനസ്സാണ്. ആ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള മരുന്നുണ്ട്. ആ മരുന്നാണ് നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ. പിടികിട്ടിയോ? അപ്പൊ അത് വായിക്കാതിരുന്ന മനസ്സ് നന്നാവോ? വെറുതെ അല്ല, ചിലരുടെ മനസ്സൊക്കെ നന്നായി വരുന്നുള്ളൂ. നോക്കട്ടെ, നന്നായിക്കോളും. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ഇതുകൂടെ പറഞ്ഞ് വേഗം തീർക്കുക, സമയം അതിക്രമിച്ചുകൊണ്ട് ഇനി വല്ലപ്പോഴും ഇതുപോലെ കൂടാ. കൃത്യം 1 മണിയായി, അതിന് 1 മിനിറ്റ് കൂടെ എടുക്കും. അപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത് എന്താണെന്നറിയാമോ? നമ്മുടെ എല്ലാം മനസ്സിലെ ഈ മാലിന്യങ്ങളെ അല്ലെങ്കിൽ ഈ അസുര സ്വഭാവത്തെ ഇല്ലായ്മ ചെയ്ത് നമ്മളെ ദേവന്മാർ അല്ലെങ്കിൽ ശുദ്ധമാക്കി മാറ്റി സാത്വികരാക്കി ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരാക്കി അനുഗ്രഹങ്ങളൊക്കെ നേടി ജീവിത സന്തോഷവും സംതൃപ്തിയും ഐശ്വര്യമൊക്കെ നിറഞ്ഞതായിട്ടും ഒടുവിൽ ഈശ്വരന്റെ അനുഗ്രഹത്താൽ മോക്ഷവും കിട്ടുന്ന ഒരു ലൈഫിലേക്ക് പോകാനാണ് ഈ ഗ്രന്ഥങ്ങളിൽ തന്നത്. അപ്പൊ അതിന് വേണ്ടത് എന്താ പറയാമോ? ഈ പറഞ്ഞ ക്ഷേത്രദർശനം അല്ലെങ്കിൽ തീർത്ഥാടനം അല്ലെങ്കിൽ പുണ്യഗ്രന്ഥപാരായണം സത്സംഗം ഇതെല്ലാം ഇതിന് വഴിയാണ്. ഇതെല്ലാം തരുന്നത് സത്യം പറഞ്ഞ അറിവാണ് അല്ലെ? അതിനൊരു അറിവ് കിട്ടിയ മനുഷ്യൻ നന്നാവില്ല ഒന്നും കൂടി തെളിയിച്ചിട്ട് ഞാൻ പോകുള്ളൂ. 1 മിനിറ്റ് എടുത്താലും പറഞ്ഞോട്ടെ. അറിവ് കിട്ടിയാലും മനുഷ്യൻ നന്നാവുള്ളൂ. ഒറ്റ ഉദാഹരണം പറയാം. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, മൂപ്പരുടെ പേര് രത്നാകരൻ എന്നാണ്. ടീച്ചർക്ക് മനസ്സിലായി രത്നാകരൻ ഏതാന്ന്? ചിലർക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായി ഏതാ രത്നാകരൻ? കള്ളന്തോടുള്ളതല്ല, അത് വേറെയാ. ഞാൻ ഉദ്ദേശിച്ചത് വാൽമീകി മഹർഷിയുടെ പൂർവാശ്രമ. ശരിയല്ലേ? ആണ് തലയാട്ടിയെ വേഗം പറഞ്ഞു തീർക്കാം. ഓക്കെ. അപ്പൊ ഈ രത്നാകരന്റെ ആദ്യത്തെ പണി എന്തായിരുന്നു? എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോഴത്തെ നാട്ടുകാരെ സ്വഭാവം തന്നെയല്ലേ? പിടിച്ചു പറയും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1 കോടി രൂപയുടെ ലോട്ടറി എടുത്തത് കേട്ടപ്പോൾ ആ ലോട്ടറി തോക്കും കൊണ്ട് വന്ന് 5 പേര് തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇതുപോലെ തട്ടിപ്പും തരികയായിട്ട് ജീവിച്ച ഒരാളുടെ പേരെന്താ? രത്നാകരൻ. ഈ രത്നാകരൻ ഒരു സാധനം മുന്നിൽപ്പെട്ടു, സപ്തർഷികളുടെ മുന്നിൽപ്പെട്ടു. അപ്പൊ സപ്തർഷികളോട് ഇതുപോലെ സ്വർണ്ണ വെള്ളിയോ വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു? ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, നീ ആഗ്രഹിക്കുന്നൊന്നും നമ്മുടെ കയ്യിൽ തരാനില്ല, നമ്മൾ സർവസംഘ പരിത്യാഗികളാ സന്യാസികളായിട്ടന്മാരാ. അത് ശരി. അപ്പൊ പിന്നെ ചോദിച്ചു, നീ എന്ത് പണിയെടുക്കുന്ന നിനക്ക് വല്ല ബോധമുണ്ടോ? എന്തേ? ഈ മഹാപാപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഫലം നീയല്ലേ അനുഭവിക്കേണ്ടി വരാ? അങ്ങനെ ഉണ്ടോ? സത്യം ഉണ്ട്. പാപം ചെയ്താൽ എന്ത് വരും? പരലുപരം പരിതാപമേകിടുന്നോർ ഏതി നരകാബ്ദിയിൽ വീണ് എരിഞ്ഞിടുന്നു. നിനക്ക് ഇതിന്റെ ഫലം വളരെ കഠിനമായിരിക്കും. അയ്യോ, അങ്ങനെ ഉണ്ടോ? അപ്പൊ ഞാൻ എന്താ ചെയ്യാ? എന്താ ചെയ്യാൻ നിർത്തണം? ഒരു കാര്യം ചെയ്യാം. എന്റെ വീട്ടിൽ കുറെ മക്കളുണ്ട്, ഭാര്യയുണ്ട്. അവരെല്ലാവരും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ശൈലം വരുള്ളൂ. ഞാൻ അങ്ങനെ പങ്കിട്ടാൽ കുഴപ്പമില്ല, പിന്നെ ചെറിയ ചെറിയ വിഷയമായിട്ട് തീരും. എടോ ഉണ്ടാ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കണം, അല്ലാതെ താൻ അത് പങ്കിടാനൊന്നും പറ്റും. അതല്ല, എന്റെ ഭാര്യ നല്ല ഭാര്യ, ഒക്കെ ഏറ്റെടുത്തോളൂ. എന്നാ പോയി ചോദിച്ചിട്ട് വേണം. ഒറ്റ പോക്കാ. നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞു, ഇതാ പോയി ഇതാ വന്നു. എന്നിട്ട് ചോദിച്ചു, കെട്ടിയോളെന്താ പറഞ്ഞു കൊടുത്തത്? തിന്നാൻ ഞങ്ങൾ കൂടും, പാപം ഇത് ഞാൻ തന്നെ അനുഭവിച്ചാൽ മതി പറഞ്ഞു. അല്ലേ? ആരാ അനുഭവിക്കുന്നു? ഇത് ഞാൻ കേട്ടുണ്ടോ? ചില നാട്ടിലൊരു ഭാഷയാണ്. അപ്പൊ നിങ്ങൾ തന്നെ അനുഭവിച്ചോളാം. അങ്ങനെ അവിടെ നിന്ന് ഞെട്ടി തിരിച്ചു വരികയാണ്. അല്ലയോ സന്യാസി ശ്രേഷ്ഠന്മാരെ, എന്റെ ഭാര്യയും മക്കളും ഒന്നും ഏറ്റെടുക്കൂല. എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, എന്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ഇതിന് പ്രായശ്ചിത്തം ചെയ്യുക? എന്റെ ജീവിതത്തിലെ ഇനി എത്ര വലിയ നരകമാണ് വരാൻ പോകുന്നത്, ഞാൻ എന്താക്കും? അപ്പൊ പറഞ്ഞിടോ, ഒരു പരിഹാരമുണ്ട്. എന്താ പരിഹാരം? ഈശ്വര സന്നിധിയിൽ അഭയം തേടുക, ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കുക. അതെങ്ങനെയാ? അത് നീ ഈശ്വരനെ ഭജിക്കുക, നീ പാപം ചെയ്യാതിരിക്കുക. അതെങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയാം? അതിന്റെ സാധനം എനിക്കറിയില്ല. പിന്നെ അതിപ്പോ എനിക്ക് ആകെ അറിയാവുന്നത് കൊല്ലോ എന്നാ. എല്ലാവരും കൊല്ലോ മരാന്ന് അതേ അറിയുള്ളൂ. നീ ഒരു കാര്യം ചെയ്തു, മരാൻ തന്നെ പറഞ്ഞു. എനിക്ക് അതല്ലേ അറിയുള്ളൂ. എന്നാ പറഞ്ഞോ, ശ്വാസം വിടാതൊക്കെ ചൊല്ലി. മനസ്സിലായ? മലയാളത്തിലല്ല ഇട്ടത്. അങ്ങ് പോയി. ഇതെങ്ങനെ ഇരിക്കുന്ന അറിയാമോ? ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പാപമോചനം ഉണ്ടാകണമെന്ന അത്യുൽക്കടമായ അഭിവാഞ്ചയിൽ, മോഹത്തിൽ, ഏകാഗ്രതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാണ്. ഇടിവെട്ടിട്ട് അറിഞ്ഞില്ല, ഭൂമി കുലുങ്ങിയിട്ട് അറിഞ്ഞില്ല, മഴ പെയ്തിട്ട് അറിഞ്ഞില്ല, കൊല്ലങ്ങൾ കടന്നുപോയത് അറിഞ്ഞില്ല. ഒന്നും അറിയാതെ അത്യന്തം ഏകാഗ്രതയിൽ ഇരുന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആയിരങ്ങൾ കടന്നു. സപ്തർഷിമാർ തിരിച്ചു വന്നു. മണ്ണ് മൂടിപ്പോയി ആത്മീകം. ആ മണ്ണ് മുട്ടിച്ച് പുറത്തിറക്കിയപ്പോൾ അദ്ദേഹത്തിന് പേരെന്തായി?
വാത്മീകി മഹർഷിയായി മാറി. ശരിയാണോ? എന്നിട്ട് ആ വാത്മീകി മഹർഷി ഇങ്ങനെയെല്ലാം ചെയ്തു പാപമോചനം നേടി, ഈശ്വര സാക്ഷാത്കാരം നേടി പുറത്തിറങ്ങിയ വാത്മീകി മഹർഷി അടുത്ത ദിവസം തമസാ നദിയുടെ തീരത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നതും കൂടി നോക്കിയാൽ നമുക്ക് നിർത്താം. അവിടെ മഹർഷി നിൽക്കുന്നത് കണ്ടു. ആ മഹർഷി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ മരത്തിന്റെ മുകളിൽ രണ്ട് പക്ഷി ഇരിക്കുന്നു. നിങ്ങൾ കണ്ടോ? നിങ്ങൾ നോക്കുന്നുണ്ടോ? ക്രൗഞ്ച മിഥുനങ്ങൾ. അതാ ഒരു വേടൻ വരുന്നു, അമ്പ ചെയ്തു. ഒരു പക്ഷി, ആ പെൺപക്ഷി പെടഞ്ഞ് താഴോട്ട് വീണു. ആ നിലത്ത് വീണ് പെടഞ്ഞ് കളിക്കുകയാണ് പ്രാണവേദനയിൽ. അപ്പോൾ തന്റെ ഇടപ്പക്ഷിയെ അമ്പയച്ച് താഴെ ഇട്ടത് കണ്ടിട്ട് ആ ഇടപ്പക്ഷി അതിനേക്കാൾ വേദനയിൽ വട്ടമിട്ട് പറന്ന് അങ്ങനെ കരഞ്ഞു വിളിക്കുകയാണ്. ആ ഉടനെ തന്നെ ഈ വാൽമീകി മഹർഷി ചാടി എഴുന്നേറ്റു. അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ശപിച്ചു, മാ നിഷാദ പ്രതിഷ്ഠാന്തം സമാഹ അവധീഹി കാമമോഹിതം എന്ന് ശപിക്കുകയാണ് ചെയ്തത്. ശരിയല്ലേ? ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പക്ഷിനെ വേടൻ അമ്പ ചെയ്തിട്ടത് രത്നാകരന്റെ മുന്നിലായിരുന്നെങ്കിലോ? അത്രയുള്ള എന്റെ ചോദ്യം. ഈ വാൽമീകി മഹർഷി ആകുന്നതിന് മുമ്പ് രത്നാകരന്റെ മുമ്പിൽ വെച്ചാണ് ഈ വേടൻ അമ്പയച്ച് ഒരു പക്ഷിനെ വീഴ്ചതെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ? നിങ്ങൾ പറഞ്ഞാൽ ഞാൻ നിർത്താം. എന്താ സംഭവിക്കുക? നിങ്ങൾ പറയുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ തന്നെ പറയും. എൻ്റെ ഒരു വാശിയാ, സമയമില്ലാത്തതുകൊണ്ടാണ്. എന്താ പറയാ? എടോ അതിനെ കൂടെ അമ്പ ചെയ്തിട്ടോ, ശരിയോ തെറ്റോ? അതിനെ കൂടി അമ്പ ചെയ്തിടറോ എന്ന് പറയും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു അടി ഉണ്ടാവും. എന്താണെന്നറിയോ? ഇത് ഞാൻ പറഞ്ഞിട്ടല്ലേ അമ്പ ഇട്ടത്, അതെനിക്ക് വേണം. അതല്ല, ഞാനല്ലേ അമ്പ ചെയ്തത്. അവർ തമ്മിൽ അടി ഉണ്ടാവും. ശരിയോ തെറ്റോ? ആണോ? പക്ഷേ ഇപ്പൊ പറഞ്ഞ ആധ്യാത്മികമായ അറിവ് സപ്തർഷികൾ പറഞ്ഞു കൊടുത്തത് നമ്മൾ ഈ പറഞ്ഞ വേദത്തിലെ അറിവാ, ഈശ്വരനെ കുറിച്ചുള്ള അറിവാ, ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുത്തത്. ആ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞ് വാൽമീകി ആയി കഴിഞ്ഞപ്പോൾ എന്തായി മാറി? കേവലം ഒരു പക്ഷിയെ അമ്പ ചെയ്തിട്ടിട്ട് ആ പക്ഷിയുടെ പ്രാണവേദനയിലുള്ള ആ വിടഞ്ഞു കരച്ചിൽ പോലും സഹിക്കാൻ കഴിയാതെ അനുകമ്പയുടെ ആൾരൂപമായി മൂർത്തിയായി ആര് മാറി? വാൽമീകി മഹർഷി മാറി. അപ്പൊ നമ്മുടെ ഇത്തരത്തിലുള്ള മനോഹരങ്ങളായ ഉത്കൃഷ്ടങ്ങളായിട്ടുള്ള കഥകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ നാളെ നിങ്ങൾക്ക് വൃദ്ധസദനം സമ്മാനമായി കിട്ടുമോ? ചാത്തമംഗലത്തെ വൃദ്ധസദനത്തിൽ അഡ്മിഷൻ എടുക്കേണ്ടി വരുമോ? മിണ്ടുന്നില്ല. പക്ഷെ വൃദ്ധസദനത്തിൽ ഒരുപാട് കൂട്ടുകാരുണ്ടാവും അല്ലേ? എന്നാ പിന്നെ അങ്ങോട്ട് പോവാ. ഏതാ വേണ്ടേ? പഠിപ്പിക്കണ്ടേ? നിങ്ങളോ വൃദ്ധസദനത്തിൽ പോണോ? പിന്നെന്താ വേണ്ടേ? അതിനുള്ള വഴിയാണ് വാൽമീകി മഹർഷി വെറുതെ അല്ല വേദവ്യാസ മഹർഷി വാൽമീകി ഉണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതി തന്നാ. നിങ്ങളത് അറിഞ്ഞായിരുന്നോ? 11 ലക്ഷം ശ്ലോകങ്ങൾ എഴുതി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? എത്ര നേരം എടുക്കും? അത് ഈ നാരായണ കൊണ്ടേ. എത്രയാന്ന് പറഞ്ഞത്? മഹാഭാരതം മാത്രം എത്രയുണ്ട്? 1,25,000 ഉണ്ട് അല്ലേ സഹോദരി? എത്ര കഷ്ടപ്പെട്ട് എഴുതിയതാണ്. എന്നിട്ട് കുട്ടിക്കാന്ന് വായിച്ചുകൂടായിരുന്നു അല്ലേ? വേദങ്ങള് മഹർഷിയല്ലേ പകുത്തു തന്നത്? പുരാണങ്ങളൊക്കെ അല്ലേ? മഹാഭാരത ആരാ? മഹർഷിയല്ലേ? പിന്നെ രാമായണം എഴുത 24,000 ശ്ലോകങ്ങളില്ലേ വാൽമീകി അല്ലേ സഹോദരി? ഇതെല്ലാം എന്തിനാ കഷ്ടപ്പെട്ട് എഴുതി തന്നത്? നേരത്തെ പറഞ്ഞാൽ ഐഡന്റിറ്റി കാർഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണോ? റേഷൻ കാർഡൊക്കെ ആണോ? പിന്നെ പാൻ കാർഡ് വെക്കാനാ? പിന്നെ എന്തിനാന്ന് മനസ്സിലായോ? എന്തിനാ? ഇത് നന്നായി നമ്മൾ വായിക്കുകയും മക്കൾക്ക് അത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, സമയം നീട്ടാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ വായിച്ചു കൊടുത്ത ഒരു അമ്മയുടെ മക്കള് വളരെ ഒരു ചെറ്റക്കുടിലായിട്ട് പോലും ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ അമ്മയ്ക്കത്തിനും മകനായി എനിക്ക് ജനിക്കണം, എൻ്റെ ഏട്ടനും അനിയനും സഹോദരനായി എനിക്ക് ജനിക്കണം എന്ന് പറഞ്ഞ ചെറ്റക്കുടിലുള്ള കുട്ടി പറഞ്ഞ കഥയൊക്കെ ഉണ്ട്. അത് ഈ കഥ കേട്ടിട്ടാ. അങ്ങനെ മനുഷ്യരെ ഉത്കൃഷ്ടരാക്കുന്ന, ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി പ്രകാശം പരത്തുന്ന, നാടിന് നന്മയായി വെളിച്ചമായി, വീടിന് വെളിച്ചമായി, മാതാപിതാക്കളെ അതാണ് മാതാപിതാ ഗുരു ദൈവം എന്ന നിലയിൽ കാണുന്ന അത്തരത്തിലുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ അത് നമ്മൾ ആ രീതി ചെയ്യാത്തതുകൊണ്ടാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അങ്ങനെയൊന്നുമല്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ ഫ്രഞ്ച് വിപ്ലവം പഠിപ്പിക്കും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം. കുഴപ്പമില്ല അല്ലേ? പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഞങ്ങൾ എത്ര പേരെ കൊന്നു? 1-ാം ലോകമായത്തിൽ കൊന്നു. പിന്നെ ഞങ്ങൾ അതിലും വലിയ ആയുധം കണ്ടുപിടിച്ചു. കൊന്നതും ചത്തതും തിന്നതും എല്ലാം ഞങ്ങൾ പഠിപ്പിക്കും. നല്ലത് പഠിപ്പിക്കാൻ തൽക്കാലം മനസ്സില്ല കേട്ടോ. അത് നമ്മൾ പഠിപ്പിക്കട്ടെ? പഠിപ്പിക്കണം. അതിനല്ലേ ക്ഷേത്രം? അപ്പോൾ ക്ഷേത്രത്തിന് ഗുണം മനസ്സിലായോ? ഉത്സവത്തിന്റെ പ്രാധാന്യം മനസ്സിലായോ? സത്സംഗം മനസ്സിലായോ? അതിലെല്ലാം നമുക്ക് സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് കഷ്ടപ്പെടണം. മനസ്സിലായോ? വലിയ പൈസ മുടക്കൊന്നുമില്ലല്ലോ. നമ്മൾ ഒത്തുകൂടി എല്ലാവരും വിളിച്ചു കൂട്ടി കുട്ടികൾ. പിന്നെ കുട്ടികളെ വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് അറിയോ? പലയിടത്തും അത് പരാജയപ്പെട്ടു പോകാൻ കാരണം കുട്ടിയൊക്കെ രസിക്കുന്ന രീതി പറഞ്ഞാൽ അവർ പിന്നെ വരൂല. മനസ്സിലായോ? പിന്നെ അവർ കഴുത്ത കയറൊക്കെ ഇട്ട് നമ്മൾ പിടിച്ചു കെട്ടിയിരിക്കുന്നത് കുട്ടികളില്ല. അവർ അതുകൊണ്ട് രസകരമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അവിടെ ഒരു മഞ്ഞ സാരി കൊടുത്ത ടീച്ചർ ഇട്ടുണ്ട്, നായർകുഴിന്നാണ്. നോക്കിയേ. പിന്നെ ഉദാഹരണം വേറെ ഏതാ ടീച്ചേഴ്സ് ഉള്ളത്? ഈ ടീച്ചറല്ലേ? ഈ ടീച്ചർ എവിടെയായിരുന്നു? മലയമ്മ. എന്നിട്ടാ മലേൻ്റെ അമ്മയാണ് അല്ലേ? എന്താ പറയുക? സരസ്വതി ദേവി അല്ലേ? സരസ്വതി ദേവി അല്ലേ? അപ്പൊ ഞാൻ ഇന്ന് നിർത്തിക്കോട്ടെ. അപ്പൊ ഏതായിരുന്നാലും
ഈ അതിവിശിഷ്ടമായ ഈ നാടിന്റെ ഞാൻ പറഞ്ഞ പോലെ ശക്തി ചൈതന്യ കേന്ദ്രമായ മുഴുവൻ ജനങ്ങളെയും കാത്തു പരിപാലിക്കുന്ന നാടിന്റെ ഐശ്വര്യത്തിന്റെ എല്ലാം അധിപതിയായിരിക്കുന്ന സാക്ഷാൽ നരസിംഹമൂർത്തിയായ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ധന്യമായ ക്ഷേത്രസന്നിധിയിൽ നിങ്ങളെല്ലാവരും ഈ നാട്ടിലെ ഏറ്റവും നല്ല ഭക്തജനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരാൾ പോലും എഴുന്നേറ്റ് പോകാതെ എല്ലാവരും ഇവിടെ ഇരുന്ന് ഇത് വിജയിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അമ്പല കമ്മിറ്റിക്കാർക്ക് സന്തോഷമായി. നിങ്ങൾ കുറച്ച് പേർ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ അവർ വിചാരിക്കും പുറത്തുനിന്ന് ഒരാൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരൊക്കെ എഴുന്നേറ്റ് പോയില്ല. അതൊന്നും ചെയ്യാതെ, അല്ലാതെ എന്നെ ഓർത്തിട്ടല്ല. ഏതായാലും അങ്ങനെയുള്ള നന്മ നിറഞ്ഞ നല്ലവരായ ഭക്തജനങ്ങളുടെ മുമ്പിൽ ഇതുപോലെ കുറച്ച് സമയം സംസാരിക്കാനൊക്കെയുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഒന്നാമത് ഭഗവാനാണ്, പിന്നെ നമ്മുടെ കമ്മിറ്റിക്കാരാണ്. അതിലൊരു പ്രിയപ്പെട്ട കമ്മിറ്റിക്കാരൻ എന്തോ ഒരു അത്യാവശ്യം കൊണ്ട് പിന്നെ ആരോ സുഖമില്ലാണ്ട് ആശുപത്രി പോയിരുന്നു. അവർ തിരിച്ചു വന്നു, വരുന്നുണ്ട്. തന്നെ വിളിച്ചു. എവിടെ വന്നോ? എന്നെ വിളിച്ച അറിയോ? എന്നെ വിളിച്ചെന്ന് വരുന്നുണ്ടെന്ന്. അപ്പോൾ അവരുൾപ്പെടെ നിങ്ങളെല്ലാവർക്കും ഹൃദയംഗമായ എൻ്റെ സന്തോഷം, നന്ദി എല്ലാം അറിയിച്ചുകൊണ്ട് ഭഗവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുകയാണ്. ഓം നമോ നാരായണായ.